നമുക്ക് വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, സ്നേഹം നിറഞ്ഞ പിതാവേ, ഞങ്ങള് അവിടുത്തെ സ്തുതിക്കുന്നു. യേശുവെ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്നു. അവിടുത്തെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയവരാരും ലജിച്ചു പോയിട്ടില്ലല്ലോ കർത്താവേ. അവിടെ ഞങ്ങളെ പ്രകാശിതമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ചാട്ടെ കർത്താവേ. ഞങ്ങൾക്ക് അവിടുത്തെ മുഖപ്രകാശത്തിൽ അവിടുത്തെ തിരുവചനത്തെ ധ്യാനിക്കുവാൻ കർത്താവേ, ആ തിരുവചനത്തിന്റെ ആഴങ്ങളെ കാണുവാനും വെല്ലുവിളിക്കപ്പെടുവാനും രൂപാന്തരപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണം കർത്താവെ. അവിടുന്ന് ഏതൊരു ആത്മാവില് ഈ വചനത്തെ അവിടുന്ന് കർത്താവെ അവിടുത്തെ ശ്വാസത്താല് അവിടുന്ന് ഈ വചനത്തെ ഇൻസ്പയർ ചെയ്തു, അതേ ആത്മാവിനാല് കർത്താവെ ആ വചനത്തിന്റെ ആത്മാവും ജീവനും ഞങ്ങളിലേക്ക് പകരപ്പെട്ട് കർത്താവെ അത് ഞങ്ങളിൽ അത് വലിയൊരു രൂപാന്തരത്തിന്, യേശുവിനെ പോലെ ഞങ്ങളെ ആക്കി തീർക്കുന്ന ആ ഒരു രൂപാന്തരത്തിന്, യേശുവിനോടുള്ള അധികമായിട്ടുള്ള ഒരു ആഴത്തിലുള്ള കൂട്ടായ്മയിലേക്ക്, ആഴത്തിലുള്ള ഒരു നടപ്പിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു രൂപാന്തരത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് തടസ്സമായിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ഇഷ്ടം, ഞങ്ങളുടെ ജഡം, ഞങ്ങളുടെ സെൽഫ്, അത് കർത്താവെ അതിനെ ഞങ്ങൾ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി ഒരു പൂജ്യമായിട്ട് സീറോ ആയിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. അവിടുത്തെ വചനത്താൽ ഞങ്ങളെ പോഷിപ്പിക്കണം. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമീൻ. ആമീൻ. നമ്മള് വളരെ നാളുകളായിട്ട് മാസങ്ങളായിട്ട് വെളിപാട് പുസ്തകം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. വെളിപാട് പുസ്തകം 19 അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ ചിന്തിച്ചു. വെളിപാട് 19-ന്റെ 8-ാമത്തെ വാക്യം വരെ നമ്മൾ കണ്ടായിരുന്നു. നമുക്കറിയാം അവിടെ കർത്താവിന്റെ വരവിന് തൊട്ട് മുമ്പായിട്ടുള്ള അന്തിമ ന്യായവിധിയെ കുറിച്ചൊക്കെ നമ്മൾ 16-ാം അധ്യായം മുതൽ വായിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആ 16-ാം അധ്യായത്തിൽ തന്നെ ബാബിലോണിന്റെ ന്യായവിധി, അതായത് അന്തിമ ന്യായവിധിയുടെ കൂട്ടത്തില്, ദൈവത്തിന്റെ ന്യായവിധിയുടെ കൂട്ടത്തില് ബാബിലോൺ എന്ന് പറഞ്ഞാൽ വ്യാജ ക്രിസ്തീയത, യേശുവിന്റെ പേരും പറഞ്ഞ് ലോകത്തിന്റെ പിന്നാലെ പോകുന്ന ഒരു ഭക്തിയുടെ വേഷമുണ്ട് എന്ന, അതിന്റെ ശക്തി എന്തെന്നറിയാത്ത, യേശുവിനെ അറിയില്ല എന്ന, യേശുവിനെ കുറിച്ച് വാചാലമാകുന്ന, അല്ലെങ്കിൽ യേശുവിന്റെ പേരില് അതൊരു ബിസിനസ് ആക്കി ആദായസൂത്രമാക്കി ദൈവഭക്തി ആദായസൂത്രമാക്കുന്ന ആ ഒരു വ്യാജ ക്രിസ്തീയത, ലോകം, ജഡം, പിശാചിന്റെ പിന്നാലെ ആ ലോകത്തിന്റെ അതായിട്ടുള്ള കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, അല്ലെങ്കിൽ പണം, മനുഷ്യമാനം, ജഡിക സുഖങ്ങൾക്ക് പിന്നാലെ പോകുന്ന എന്ന അവിടെ ഒരു ക്രിസ്തീയ മറ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ പോകുന്ന ഒരു ബാബിലോൺ എന്ന് പറയുന്ന, ബാബിലോൺ എന്ന വേശ്യയും അവളുടെ വേശ്യാപുത്രിമാരും എന്നുള്ള കാര്യങ്ങളൊക്കെ അത് കത്തോലിക്ക സഭയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള വേർപെട്ട സഭകളും എല്ലാം ഇന്ന് ഏതൊക്കെ സഭകളാണോ ലോകത്തിന്റെ പിന്നാലെ പോകുന്നത്, അത് ഇന്നതെന്ന് പറഞ്ഞ് നമ്മളാരെയും കല്ലെറിയാനല്ല, മറിച്ച് അത് ഇന്ന് ഏതൊക്കെ സഭകളൊക്കെയാണോ, ഏതൊക്കെ കൂട്ടങ്ങളൊക്കെയാണോ യേശുവിന്റെ പേര് പറഞ്ഞ് ലോകത്തിന് പിന്നാലെ പോകുന്നത്, അതെല്ലാം ആ ഒരു ബാബിലോണിലും അവളുടെ വേശ്യാപുത്രന്മാരിലും പെടുന്ന ആ ഒരു വ്യവസ്ഥിതിയാണ്. അതിന്റെ മേലുള്ള ഒരു ന്യായവിധിയെ കുറിച്ചാണ് നമ്മൾ 16 അധ്യായം കഴിഞ്ഞിട്ട് 17, 18 അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നത്. 16 അധ്യായത്തിൽ തന്നെ അതിന്റെ 7-ാമത്തെ ദൂതന്റെ കാര്യം 17-ാമത്തെ വാക്യത്തിൽ, 16-ന്റെ 17-ലെ 7-ാമത്തെ ദൂതൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ ഒരു വലിയ ശബ്ദത്തിന്റെ കാര്യമൊക്കെ, മഹാശബ്ദം ദേവാലയത്തിൽ സിംഹാസനത്തിൽ നിന്ന് വന്നു. അവിടെയാണ് നമ്മൾ അതിന്റെ 19-ാമത്തെ വാക്യത്തില് മഹാനഗരം, അതായത് ജെറുസലേം 3 അംശമായി പിരിഞ്ഞ കാര്യമൊക്കെ നമ്മൾ വായിച്ചിട്ട്, അവിടാണ് ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി ദൈവകോപത്തിന് ക്രോധമധ്യമുള്ള പാത്രം മഹാബാബിലോണ് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. ദൈവം എല്ലാം കണക്ക് വെച്ചിട്ടുണ്ട്. അപ്പോ ദൈവം നമ്മളെ കനിഞ്ഞെന്നെ, ദൈവസിംഹാസനം കനിഞ്ഞെന്നെ ഓർത്തിടുന്നു നമ്മൾ പാടി. ദൈവം നമ്മളെ ഓർക്കുന്നു, ദൈവമക്കളെ ഓർക്കുന്നു എന്ന ഒരു ഭക്തിയുടെ വേഷം ധരിച്ച് ലോകത്തിന്റെ പിന്നാലെ പോകുന്നവരെയും ദൈവം അത് കണക്ക് പറഞ്ഞ് അതുപോലൊരു വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ്, വളരെ ന്യായമായിട്ടുള്ളൊരു ജഡ്ജ്മെന്റ്, വളരെ കൃത്യമായിട്ടുള്ളൊരു ന്യായവിധി ഈ ബാബിലോണിന് കൊടുക്കുന്ന ഒരു കാര്യമൊക്കെയാണ് നമ്മൾ അവിടെ തുടർന്ന് വായിക്കുന്നത്. അപ്പൊ 16-ന്റെ 19 ബാബിലോണിനെ ഓർത്തു. അതിനുശേഷം ആ ബാബിലോണിന്റെ ന്യായവിധിയെക്കുറിച്ച്, അതിന്റെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയെക്കുറിച്ച്, അതിന്റെ മേലുള്ള ന്യായവിധിയെക്കുറിച്ചും ഒക്കെ, ഇത് ക്രിസ്തുവിനോട് ചേർന്നുള്ള അവസാന കാലത്തെ ഏകലോക ഭരണാധികാരിയായിട്ടുള്ള ഇത് ക്രിസ്തുവിനോടും കള്ളപ്രവാചകനോടും ചേർന്ന് ഈ ബാബിലോൺ പ്രവർത്തിക്കുന്ന കാര്യവും, എന്നാൽ അവസാനം ഈ ക്രിസ്തു തന്നെ ബാബിലോണിനെ
ഈ എതിർക്രിസ്തുവാകുന്ന മൃഗത്തിന്റെ പുറത്താണ് ഈ ബാബിലോൺ എന്ന വേശി കയറി ഇരിക്കുന്നതൊക്കെ നമ്മൾ വായിച്ചു. എന്നാൽ അവസാനം ഈ ആ മൃഗം തന്നെ ബാക്കിയുള്ള 10 ഭരണാധികാരികളോടും എല്ലാം ചേർന്ന് ഈ വേശിയെ ദ്വേഷിക്കുന്നതായിട്ട്, വെറുക്കുന്നതായിട്ടൊക്കെ അതിന്റെ 17 വെളിപാട് 17:16 നമ്മൾ വായിച്ചു. അങ്ങനെയുള്ള ആ വ്യവസ്ഥിതിയുടെ വലിയൊരു വീഴ്ചയാണ് സംഭവിക്കുന്നത്. അത് ആ വീഴ്ചയെക്കുറിച്ച് തുടർന്ന് നമ്മൾ 18-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ വ്യവസ്ഥിതി മാത്രമല്ല, വാണിജ്യപരമായിട്ടുള്ള കമേഴ്ഷ്യൽ, അതായത് ദൈവത്തിന്റെ പേര് പറഞ്ഞുള്ള വലിയൊരു ബിസിനസ് ആണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ആ ബിസിനസ് എല്ലാം കൂടെ പൊട്ടിപ്പോയി. അപ്പോഴത്തേക്കും ബിസിനസ്സുകാരെല്ലാം കൂടെ കരയാൻ തുടങ്ങി. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ 18-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അത് 18-15 ഈ വക കൊണ്ട് വ്യാപാരം ചെയ്ത് അവളാൽ സമ്പന്നരായവർ അവൾക്കുള്ള പീഡ ഭയപ്പെട്ട് ദൂരത്തു നിന്ന് അയ്യോ അയ്യോ മഹാനഗരമേ നേരിയ തുണിയും ധൂമ്രവർണ്ണവും കടും ചുവപ്പും ധരിച്ച് പൊന്നും രത്നവും എന്നൊക്കെ പറഞ്ഞ് അവര് ഇത് പോയല്ലോ, നശിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് 1 മണിക്കൂർ കൊണ്ടെല്ലാം കുട്ടിച്ചോറായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കരഞ്ഞു ദുഃഖിക്കും എന്നൊക്കെയാണ് അതിന്റെ 16 അതായത് വെളിപാട് 18-16 അവസാനമൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പൊ അതിനുശേഷം ആ വീഴ്ച അതുപോലെ ഒരു വയലന്റ് ഫോൾ ആയിരിക്കും. ഷി വിൽ ബി ത്രോൺ ഡൗൺ വിത്ത് വയലൻസ്. അതിന്റെ 21-ാമത്തെ വാക്യത്തിലെ ഹേമത്തോട് എറിഞ്ഞു കളയും. അത് ജസബേൽ രാജ്ഞിയുടെ പതനത്തെ കുറിച്ചൊക്കെ നമ്മൾ 2 രാജാക്കന്മാർ 9-ാം അധ്യായത്തിന്റെ 30 മുതലുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ ആ യെസബേൽ രാജ്ഞിയുടെ പതനം അതുപോലുള്ളൊരു പതനമായിരിക്കും. പെട്ടെന്നുള്ള ഒരു ന്യായവിധി. ജസബേൽ രാജ്ഞി വളരെ രാജ്ഞിയായിട്ട് കണ്ണൊക്കെ എഴുതി വളരെ സർവാഭരണ വിഭൂഷിതയായിട്ട് അവിടെ കൊട്ടാരത്തിൽ വിരാജിക്കുന്ന സമയത്ത് പെട്ടെന്ന് വന്ന് ജേഹു വന്ന് ആരെവിടെ എന്റെ പക്ഷത്ത് നിൽക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും 2 ക്ഷണന്മാർ 2 ഒഫീഷ്യൽസ് അവളെ തള്ളി താഴെ ഇടാൻ വേണ്ടി ആംഗ്യം കാണിക്കുന്നു. താഴെ ഇടുന്നു. അവള് അതുപോലെ വളരെ ഒരു വലിയൊരു വീഴ്ച സംഭവിക്കുന്നതും അവള് മരിക്കുന്നതും പിന്നെ നായ്ക്കൾ വന്ന് അവളുടെ ജഡം മറവ് ചെയ്യാൻ പോലും ആവശ്യമില്ലാതെ വണ്ണം ഒരു നായ്ക്കൾ വന്ന് ഭക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ 1 രാജാക്കന്മാർ 9-ാം അധ്യായത്തിന്റെ അവസാനമൊക്കെ നമ്മൾ വായിച്ചു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ബാബിലോണിന്റെ ന്യായവിധിയൊക്കെ കഴിഞ്ഞിട്ട് കർത്താവിന്റെ കല്യാണം, കാന്തയുടെ കല്യാണം, കർത്താവും സഭയാകുന്ന കാന്തയുമായിട്ടുള്ള ആ ഒരു വിവാഹത്തിന്റെ കാര്യം നമ്മൾ അവിടെ വായിക്കുക. അപ്പം അവിടെ അതിന് മുമ്പായിട്ടുള്ളൊരു 4 ഹല്ലേലൂയ, പുതിയ നിയമത്തിൽ ആകെപ്പാട് 4 ഇടത്താണ് ഹല്ലേലൂയ എന്നുള്ളൊരു പദം വരുന്നത്. അത് എവിടാണെന്ന് ചോദിച്ചാൽ വെളിപാട് പുസ്തകത്തിന്റെ 19-ാം അധ്യായത്തില്, വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 6 വാക്യങ്ങളില്ല. അപ്പൊ ഓരോ തവണ ഹല്ലേലൂയ പറയുമ്പോൾ ആദ്യത്തെ 3 ഹല്ലേലൂയയും ഈ ബാബിലോണിന്റെ വീഴ്ചയ്ക്കായിട്ടുള്ള ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പ്രൈസ് ടു ദ ലോർഡ് അല്ലെങ്കിൽ പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ഹല്ലേലൂയ എന്ന് പറഞ്ഞാല് യാഹ്വേ, ജഹോവ, ഹല്ലേലൂയ എന്നുള്ള ഒരു പദം അതാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ അങ്ങനെ ബാബിലോണിന്റെ ന്യായവിധി, ഈ വ്യാജ മതത്തിന് മേലുള്ള വ്യാജ ക്രിസ്തീയതയ്ക്ക് മേലുള്ള ആ ഒരു ന്യായവിധിയിൽ സ്വർഗം സന്തോഷിക്കുന്ന ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നതും. പിന്നീട് 4-ാമത്തെ ഹല്ലേലൂയ അവിടെ നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്ത് ഏറ്റിരിക്കുന്നു. അതിന്റെ 6-ാമത്തെ വാക്യം വെളിപാട് 19-6 അവസാനം നമ്മുടെ 4-ാമത്തെ ഹല്ലേലൂയ എന്തിനാണെന്ന് ചോദിച്ചാൽ സർവശക്തിയുള്ള ദൈവം, ലോർഡ് ദ ഓൾമൈറ്റി എന്ന് ദൈവത്തെ ഓൾമൈറ്റി, പാന്റാക്രക്ടോർ, സർവശക്തൻ എന്ന് 10 തവണ ബൈബിളിൽ പറയുന്നതിൽ 9 തവണ, അത് വെളിപാട് പുസ്തകത്തിൽ അതിൽ 1 തവണയാണ് നമ്മളിവിടെ വെളിപാട് 19-6 കണ്ടത്. ഹല്ലേലൂയ ഫോർ ദ ലോർഡ് ഓഫ് ഗോഡ് ദ ഓൾമൈറ്റി. നമ്മുടെ ജീവിതത്തിലും കർത്താവ് സർവശക്തനാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സാഹചര്യങ്ങൾ മാറിമറിഞ്ഞു വന്നാലും എല്ലാത്തിന്റെയും കൺട്രോൾ ആർക്കാ ഉള്ളതെന്ന് ചോദിച്ചാൽ എന്റെ കർത്താവിനാ ഉള്ളത്. കർത്താവ് സർവശക്തനാണെന്നുള്ളൊരു കാര്യം. അപ്പൊ ആ ഒരു അത് നമ്മളെ ഒത്തിരി ഒരു സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പം അത് ലോർഡ് അവർ ഗോഡ് ഓൾമൈറ്റി നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ പല വ്യക്തികളിലൂടെയുള്ള പല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോഴും അതിന്റെ എല്ലാം കൺട്രോളിൽ ദൈവത്തിന് ഒരു പരമാധികാരമുണ്ട്. ദൈവം അറിയാതെ അനുവദിക്കാതെ ഒന്നും നടക്കുന്നില്ല. പലരും ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ ആയിട്ട് വളരെ വ്യാകുല ചിന്തകളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് കൗൺസിലിംഗ് വരുമ്പോൾ തന്നെ ഭയങ്കര അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ഞാൻ അവരുടെ ആ ചിന്തകളെ, ആ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ ഒന്ന് റീഫ്രെയിം ചെയ്യാൻ വേണ്ടി ഞാൻ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാ, ദൈവത്തിന്റെ അറിവോ അനുമതിയോ ഇല്ലാതെ, ദൈവത്തിന്റെ അറിവ്, അനുമതി, അതുപോലെ തന്നെ ദൈവത്തിന്റെ കൺട്രോൾ, പരമാധികാരത്തിന്റെ നിയന്ത്രണത്തിൽ
ത്തിലല്ലാതെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചോ? ഒന്നുമില്ല. നമുക്ക് ചിലപ്പോൾ അത്ഭുതമായിട്ട് ഷോക്കിംഗ് ആയിട്ട് ചില കാര്യങ്ങൾ നടന്നാണ്, അയ്യോ അങ്ങനെ സംഭവിച്ചു, എനിക്ക് ആ ഒരു വീഴ്ച പറ്റി, അല്ലെങ്കിൽ ആ ഒരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ ഒരു നഷ്ടം ഉണ്ടായി, അല്ലെങ്കിൽ വേറെ ആൾക്കാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അവരെനിക്കെതിരെ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി, ഇങ്ങനെ ഒരു തോൽവി ഉണ്ടായി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടായി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രോഗാവസ്ഥ ഉണ്ടായി. പക്ഷെ ദൈവം അറിയാൻ അനുവദിക്കാതെ എന്തെങ്കിലും സംഭവിച്ചു, ദൈവത്തിന്റെ നിയന്ത്രണത്തിന് അപ്പുറമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു നമ്മുടെ ജീവിതത്തിലില്ല, ഒന്നുമില്ല. അപ്പൊ ലോർഡ് ഓഫ് ഗോഡ്, ഹി ഈസ് ഓൾമൈറ്റി, ഹു ഈസ് റെയിനിങ്. അത് നമ്മളിവിടെ ഹല്ലേലൂയ ഫോർ ദ ലോർഡ്, അത് നമ്മൾ 6ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഹല്ലേലൂയ ഫോർ ദ ലോർഡ് ഓഫ് ഗോഡ് ദ ഓൾമൈറ്റി റെയിൻസ്. എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും അത് ദൈവം അറിയുന്നു, ദൈവം അറിഞ്ഞ് അനുവദിച്ചതാണ്. ഇനിയിപ്പോ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെങ്കിൽ പോലും അത് ദൈവഹിതം തന്നെ ആയിരിക്കത്തില്ല, നമ്മളുടെ സ്വന്തം ഹിതം, നമ്മളുടെ വീഴ്ചയാണെങ്കിൽ പോലും അത് ദൈവം അറിഞ്ഞു, ദൈവത്തിന് പെർമിസീവ് വില്ലിൽ അത് നടന്നു. പെർഫെക്റ്റ് വിൽ അല്ലായിരിക്കും, എന്നാൽ ദൈവത്തിന് പെർമിസീവ് വിൽ, ദൈവം അത് അനുവദിച്ചു, ദൈവം അനുവദിച്ചുകൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പം അങ്ങനെ, അപ്പൊ ദൈവം അത് എന്താക്കി തീർക്കാൻ മതിയായവനാണ്. എന്തായാലും സംഭവിച്ചു കഴിഞ്ഞു, അപ്പം പിന്നെ ദൈവം അത് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കാൻ കർത്താവ് മതിയായവനാണെന്നാണ് നമ്മൾ റോമർ 8:28 വായിക്കുന്നത്. റോമർ 8:28 എന്ത് സംഭവിച്ചാലും കർത്താവ് അത് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും. എപ്പോഴാ? നമ്മള് കർത്താവിനെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിക്കണം. അതുപോലെ തന്നെ കർത്താവിന്റെ നിർണയപ്രകാരം നമ്മള് ആയിട്ടാ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന ആ വിളിയോട് നമ്മൾ കീഴടങ്ങി കൊടുക്കണം. കർത്താവിന്റെ ഒരു നിർണയമുണ്ട്. ആ നിർണയം എന്തിനാന്ന് ചോദിച്ചാൽ യേശുവിനെ പോലെ ആക്കി തീർക്കാനാണെന്നാണ് റോമർ 8:29 എന്റെ തൊട്ടടുത്ത വാക്യത്തിൽ പറഞ്ഞത്. യേശുവിനെ പോലെ ആക്കി തീർക്കുന്ന ആ ആത്യന്തികമായ നന്മയിലേക്ക് കർത്താവ് എന്നെ നടത്തും, അതിനും കർത്താവ് ഇത് ഉപയോഗിക്കും. അപ്പം കർത്താവ് എന്തെല്ലാം സംഭവിച്ചാലും ഹീസ് എ ലോർഡ് ഓൾമൈറ്റി. അതായത് 6ാമത്തെ വാക്യത്തിലെ കർത്താവ് രാജ്യത്ത് ഏറ്റിരിക്കുന്നു. നമ്മുടെ സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്ത് ഏറ്റിരിക്കുന്നു. ആ സർവശക്തനാണ് കർത്താവ്. കർത്താവിന് എല്ലാം കഴിയും, അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ടാക്കി തീർക്കും. അതുപോലെ തന്നെ അവിടുത്തെ കൃപ എനിക്ക് മതി, 2 കൊരിന്ത്യർ 12:9. അതുപോലെ തന്നെ കർത്താവ് നമുക്ക് കഴിയുന്ന കൂടുതലൊന്നും കർത്താവ് അനുവദിക്കത്തില്ല. അതാണ് 1 കൊരിന്ത്യർ 10:13, റോമർ 8:28, 2 കൊരിന്ത്യർ 12:9, പിന്നെ 1 കൊരിന്ത്യർ 10:13. ഇതെല്ലാം നമ്മൾ വീണ്ടും നമ്മൾ പറയുന്ന വാക്യങ്ങളെങ്കിലും അതെല്ലാം ഓരോ സാഹചര്യങ്ങളിലും ദൈവാത്മാ നമ്മളെ ഓർപ്പിക്കണം. ഓരോ കാര്യങ്ങൾ നടക്കും, കർത്താവിന്റെ നന്മക്കെട്ടാക്കി തീർക്കും. കർത്താവിന്റെ കൃപ നമുക്ക് മതി, എല്ലാം ഓവർകം ചെയ്യാൻ ദൈവം സഹായിക്കാൻ ശക്തനാക്കാൻ സകലത്തിൽ മതിയായവനാണ്, ഫിലിപ്പിയർ 4:13. പിന്നെ 1 കൊരിന്ത്യർ 10:13 നമുക്ക് കഴിയുന്ന കൂടുതലൊന്നും ദൈവം അനുവദിക്കത്തില്ല എന്നുള്ളൊരു കാര്യം. അപ്പൊ ആ കാര്യങ്ങളെല്ലാം നമ്മളത് വായിച്ച്, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്ത് ഏറ്റിരിക്കുന്നു, അതുകൊണ്ട് നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തിയും തന്നെ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മളെ തന്നെ ഒരുക്കേണ്ട പരിശുദ്ധാത്മാവാണ് നമ്മളെ ഒരുക്കുന്നത്. എന്നാൽ നമ്മള് ഏതൊരളവിൽ പരിശുദ്ധാത്മാവിന് കീഴടങ്ങി കൊടുക്കുന്നുവോ, പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളുമായിട്ട് നാം സഹകരിക്കുന്നുവോ, പരിശുദ്ധാത്മാവിന്റെ ആ ഒരു പ്രോംപ്റ്റിങ്സ്, പ്രേരണകൾ, ദൈവം നമ്മളെ തന്നെ, പരിശുദ്ധാത്മാവ് ഇപ്പോഴും നമ്മെ തന്നെ താഴ്ത്തുവാനും കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കും. അപ്പൊ നമ്മൾ ഏതൊരു സമയത്ത് നമ്മളെ തന്നെ താഴ്ത്തി ഒരു പട്ടപൂജ്യമായിട്ട് കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മ നമ്മളിൽ ഒന്ന് നിറഞ്ഞ് നമ്മളെ ശക്തിപ്പെടുത്തി കർത്താവിന്റെ പ്രസാദവും നന്മയും പൂർണ്ണതയുള്ള ദൈവഹിതം അത് തിരിച്ചറിഞ്ഞ് ചെയ്യുവാന് റോമർ 12:2 നമ്മൾ വായിക്കുന്ന മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ ആ പരിപൂർണമായിട്ടുള്ള ഹിതം, അത് പെർഫെക്റ്റ് വിൽ, ദാറ്റ് വിച്ച് ഇസ് ഗുഡ് ആൻഡ് അക്സെപ്റ്റബിൾ ആൻഡ് പെർഫെക്റ്റ്, പരിപൂർണമായിട്ടുള്ള ദൈവഹിതം, നന്മയുള്ള ദൈവഹിതം, അത് ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ദൈവഹിതം ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അപ്പൊ അങ്ങനെ തന്നെ ഒരുക്കുന്ന ഒരു കാന്ത. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നമ്മെ തന്നെ ശരിയാവണ്ണം കർത്താവിന് മുമ്പാകെ വിധിക്കണം, എങ്കിലേ നമ്മൾ വിധിക്കപ്പെടാതിരിക്കുകയുള്ളൂ. നമ്മൾ ക്രിനോ ചെയ്താലേ നമ്മൾ ഡയാക്രിനോ ചെയ്താലേ ക്രിനോ ആവത്തില്ല എന്നൊക്കെ പറയും. എന്താ ഈ ഡയാക്രിനോ ക്രിനോ എന്ന് പറഞ്ഞാല് റൈറ്റ്ലി ജഡ്ജ്, ഇഫ് യു ജഡ്ജ് അവർസ് റൈറ്റ്ലി വി വിൽ നോട്ട് ബി ജഡ്ജ്. 1 കൊരിന്ത്യർ 11:31 വാക്യം നമ്മൾ പറഞ്ഞത്. 1 കൊരിന്ത്യർ 11:31 നാം നമ്മെ തന്നെ വിധിക്കുന്നുവെങ്കിൽ എന്നാണ് മലയാളം പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത്. NASBയിലും അങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്നാൽ NKJVയില് ഇഫ് യു ജഡ്ജ് അവർസെൽസ് റൈറ്റ്ലി എന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് NKJVയിൽ അങ്ങനെ ഒരു റൈറ്റ്ലി എന്നുള്ളൊരു പദവും കൂടെ ഉപയോഗിച്ചെന്ന് പറഞ്ഞാല് അവിടെ 2 പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ 11:31 ഇഫ് യു ജഡ്ജ് അവർസെൽസ് റൈറ്റ്ലി, NASBയിൽ റൈറ്റ്ലി എന്നുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നു KJVയിലോ മറ്റോ റൈറ്റ്ലി എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. NASBക്കാര് മോസ്റ്റ് ആക്യുറേറ്റ് ട്രാൻസ്ലേഷൻ ഒക്കെ അറിയപ്പെടുന്ന NASB തന്നെ ഒത്തിരി പലയിടങ്ങളിലും ചെറിയ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ നമ്മൾ പലയിടത്തുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ NASB അത് കുറച്ച് കറക്റ്റായിട്ട് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിൽ അതങ്ങ് ശരിയാവണ്ണം എന്നുള്ളൊരു കാര്യം കൂടെ വരുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. നമ്മെ തന്നെ ശരിയാവണ്ണം വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. പക്ഷെ നമ്മൾ വിധിക്കുന്നു, പക്ഷെ വിധിക്കേണ്ടതുപോലെ വിധിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിന്റെ മുമ്പാകെ കർത്താവിന്റെ സ്റ്റാൻഡേർഡിനോട് കമ്പയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ വെളിച്ചത്തില് നമുക്ക് വിധിക്കണം.
കർത്താവിന്റെ വെളിച്ചത്തിന് മുമ്പാകെ വന്ന നമ്മുടെ മനസാക്ഷിയിൽ ദൈവം തന്നിട്ടുള്ള വെളിച്ചത്തിനൊത്തവണ്ണം നമ്മളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും ഒക്കെ നമ്മള് വിധിക്കാൻ കർത്താവ് എവിടെങ്കിലും അങ്ങേ വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ, എന്റെ മനോഭാവങ്ങളെ, എന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊക്കെ കർത്താവെ എന്റെ സ്വന്തം ഇഷ്ടത്തെ എന്നെ തന്നെ ഉയർത്തുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ കർത്താവെ അതുപോലുള്ള ജഡത്തിൻ്റെതായ പല കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ക്ഷമിക്കണമേ. ഇങ്ങനെ ഞാൻ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചിട്ടുണ്ടോ, എന്റെ വാക്കുകളുണ്ടോ പ്രവൃത്തികളുണ്ടോ ഒക്കെ ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് ഞാൻ അതിനായിട്ട് അവരോട് ക്ഷമ ചോദിക്കാൻ, അങ്ങനെ ഒരു നല്ല മനസാക്ഷി കീപ്പ് ചെയ്യാൻ വേണം. അങ്ങനെ ശരിയാവണ്ണം വിധിക്കുന്നവര് വിധിക്കപ്പെടുകയില്ല. അവരെ തന്നെ ഒരുക്കിയിരിക്കുന്നു. വിധിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അവസാന നാളില് കർത്താവിന് അവരോട് പറയാൻ എന്താ ഉള്ളേ? നിങ്ങളെ തന്നെ എല്ലാ ദിവസവും വിധിച്ച് എല്ലാം ഒരു ക്ലീൻ സ്ലേറ്റ് നിങ്ങൾക്ക് അങ്ങനെ പെൻഡിങ് ആയിട്ടുള്ള കടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, പെൻഡിങ് ആയിട്ടൊന്നും ഒത്തുതീർക്കാനോ ഒന്നുമില്ല. നിങ്ങൾ ഒരു നിർമ്മല മനസാക്ഷിയിൽ എല്ലാം ദൈവ മുമ്പാകെ ഷോർട്ട് അക്കൗണ്ട്സ് കീപ്പ് ചെയ്തെന്ന് പറഞ്ഞതുപോലെ ഏറ്റു പറയാത്ത ഒരു പാപവും ഇല്ല, നിങ്ങളെ നിരപ്പ് പ്രാപിക്കാത്ത ഒരു കാര്യവും ഇല്ല. നിങ്ങള് ശരിയാൻ നിങ്ങളെ തന്നെ വിധിച്ചത് കൊണ്ട് ഞാൻ ഇനിയിപ്പോ നിങ്ങളെ വിധിക്കേണ്ട കാര്യമില്ല. നല്ലവനും വിശ്വസ്തനുമായ ദാസി എന്നുള്ള ആ ഒരു കർത്താവിന്റെ ആ ഒരു സ്നേഹത്തിന്റെ വിളി കേൾക്കുന്നത് അതിൽ പരം വലിയൊരു അവാർഡ് അല്ലെങ്കിൽ അതിൽ പരം വലിയൊരു അംഗീകാരം, റെക്കഗ്നിഷൻ, ഓണർ എന്താ ഉള്ള ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തില് സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് കർത്താവ് അങ്ങനെ കേൾക്കുന്നവരാണ് കാന്തയുടെ തന്നെ അങ്ങനെ ഒരുക്കുന്നവരാണ് കാന്തയുടെ ഭാഗമായിട്ട് തീരുന്നത്. ആ കാന്തയുടെ വസ്ത്രത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഇപ്പൊ ഏത് ടെക്സ്റ്റൈൽസ് എന്നുള്ള ഗാർമെന്റ് ആണ് ഈ കാന്ത ധരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മൊത്തം ചിന്തിച്ചത്. 8ാമത്തെ വാക്യം, കഴിഞ്ഞ ആഴ്ച ഒരു വാക്യം നമ്മൾ കണ്ടുള്ളൂ. എന്താ ഈ കാന്തയുടെ വസ്ത്രം ഇന്ന് കല്യാണത്തിന് എവിടുന്ന് വസ്ത്രം എടുക്കണം, ഏത് സിൽക്സ് വേണം, അത് വേണം, ഏത് കാഞ്ചീപുരം വേണം, ഏതാണ്ട് പട്ടോ ഏതാണ്ടൊക്കെ ആൾക്കാർ പറയുമല്ലോ. ഇപ്പൊ ഏത് തുണിക്കടയിൽ നിന്ന് വസ്ത്രം എടുക്കണമെന്ന് ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് തന്നെ കൺഫ്യൂഷനാണ്. അവര് അങ്ങനെയൊക്കെയുള്ള പല പുറമേ ഉള്ള കാര്യങ്ങളിലാണ് ദൈവമക്കൾ എന്ന് പറയുന്ന ആൾക്കാർ പോലും ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇന്ന് അകമേയുള്ള ആഭരണം, അതാണ് കർത്താവിന് മീക്ക് ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ്, ശാന്തവും സാവധാനതയുള്ള മനസ്സ് എന്നാണ് ഇംഗ്ലീഷില് മലയാളത്തില് സത്യവേദ പുസ്തകത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുള്ളത്. ഇന്ന് ന്യൂമ, ആത്മാവെന്നാണ് അവിടെ യഥാർത്ഥത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. മീക്ക് ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ്, നമ്മളുടെ ആത്മാവില് പരിശുദ്ധാത്മാവ് വരുന്ന ആ ഒരു ക്രിസ്തുവിന്റെ ഭാവം, അത് സഹോദരിമാർക്ക് മാത്രമല്ല സഹോദരന്മാർക്കും അകമയുള്ള ആ ഒരു ആഭരണം, അതാണ് യഥാർത്ഥത്തിലുള്ള. അപ്പൊ അങ്ങനെ ആവുമ്പം അകമയുള്ള ആഭരണം ഉള്ളപ്പം പിന്നെ പുറമെയുള്ള ആഭരണത്തിന് ആവശ്യമില്ല. അപ്പം അതാ അവിടെ നമ്മളവിടെ 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളില് പുറമെ അകമേ ആഭരണം ഇല്ലാതിരിക്കുന്നതിൽ അർത്ഥമില്ല. എന്നാ അകമയുള്ള ആഭരണം ഉള്ളപ്പം പുറമെ ഉള്ളതിന്റെ ആവശ്യമില്ലെന്ന് കാര്യം അവിടെ നിങ്ങളുടെ ആ ഒരു അലങ്കാരം എക്സ്റ്റേണൽ ആയിരിക്കരുത്. അത് മിയർലി എക്സ്റ്റേണൽ എന്നുള്ള NASBക്കാര് ട്രാൻസ്ലേറ്റേഴ്സ് സാഗ്ബർ പറഞ്ഞ അമേരിക്കൻ ലേഡീസിനെ പേടിച്ച് മിയർലി ആഡ് ചെയ്തതാണ് ഇറ്റാലിക്സിൽ അവരിട്ടേക്കുന്നത്. അപ്പം പക്ഷെ യഥാർത്ഥത്തില് ഗ്രീക്കിൽ അവിടെ മിയർലി എന്നുള്ള വാക്കില്ല, ലെറ്റ് അഡോൺമെന്റ് ലെറ്റ് നോട്ട് ടു അഡോൺമെന്റ് ബി എക്സ്റ്റേണൽ ആയിട്ടുള്ള അഡോൺമെന്റ് വേണ്ട, പാടില്ല എന്നുള്ളൊരു കാര്യമാണ് അവിടെ 1 പത്രോസ് 3-4 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. അത് മാത്രമല്ല, പത്രോസ് അപ്പോസ്തലന് തെറ്റിപ്പോയതാണെങ്കിൽ പൗലോസും പറഞ്ഞിട്ട് പത്രോസിന് അങ്ങനെ കുറച്ച് ആഭരണ വിരോധിയായതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞതാണെന്ന് വിചാരിക്കേണ്ട. പൗലോസ് അതിനെ പറഞ്ഞിട്ടുണ്ട്. 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ നമ്മളത് വായിക്കുന്നുണ്ട്. എന്നാൽ അതൊരു ചെറിയ കൽപ്പനയാണ്, അതൊരു വലിയ കൽപ്പനയല്ല. എന്നാൽ ചെറിയ കൽപ്പനകള്, ഏതൊരു ചെറിയ കൽപ്പനയും അത് അങ്ങനെ തന്നെ അനുസരിക്കുകയും അങ്ങനെ തന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ വലിയവനെന്നാണ് മത്തായി 5-19 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ചെറിയ കൽപ്പനയാണ്, എന്നാൽ അത് അതിന്റെ കൽപ്പനയാണ്. അതൊരു നമ്മൾ സാഗ്ബേറിന് കേട്ടിട്ടുള്ളത് പോലെ അതൊരു ഇപ്പൊ ആഭരണം ധരിക്കുന്നത് ഒരു പാപമാണെന്നൊന്നും നമ്മളാരും പറയുന്നില്ല. എന്നാൽ അതൊരു സിമ്പിൾ ലിവിങ്ങിന്റെ പാർട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു അതിനോട് ചേർന്ന് തന്നെ ആ ഒരു വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്റ്റേണൽ ഷോ ഓഫിനെ കുറിച്ചും ഒരു പിന്നിയ മുടി എന്നൊക്കെ പറയുമ്പോൾ ഒരു പിന്നിയ മുടി നമ്മൾ മുടി പിന്നുന്ന സൗകര്യമാര് മുടി പിന്നരുതെന്നുള്ളതല്ലേ, മറിച്ച് അവിടെ ഒരു ഹെയർ ഡൂ മാതിരി എന്തെങ്കിലുമൊക്കെ മുടിയിലൊക്കെ ഓരോന്നൊക്കെ കാണിച്ചു വെച്ച് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത്. ആ വചനത്തിന്റെ സ്പിരിറ്റ് ഒരു സിമ്പിൾ ലിവിങ്ങിന്റെ ഒരു ലളിതമായ ഒരു ജീവിതത്തിന്റെ ഒരു ലക്ഷണമായിട്ട് അതിന്റെ ഒരു
മാനിഫെസ്റ്റേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണത്. എന്നാൽ നമ്മള് ഏതെങ്കിലും സഹോദരിമാരെ ആഭരണം ധരിക്കുന്നു എന്നുള്ളതിൽ നമ്മളാരും ലുക്ക് ഡൗൺ അപ്പോൺ ചെയ്താൽ അവരെ നമ്മള് പുച്ഛിച്ച് കാണുവാണെങ്കിൽ നമ്മളാണ് അവരെക്കാട്ട് വലിയ പാപികൾ. എന്ന് വെച്ചാൽ മറ്റുള്ളവർ വിധിക്കുന്നവരാണ് കൂടുതൽ കുറ്റക്കാർ. നമ്മളാരെയും വിധിക്കാൻ നമ്മൾ ആരുമല്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഇതാ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതൊരു ഓരോരുത്തർക്കും അത് അവർക്ക് തന്നെ അത് കൺവിൻസ്ഡ് ആയി ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലാതെ നമ്മളാരെയും ഇമ്പോസ് ചെയ്ത് അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ല, മറിച്ച് അവർ തന്നെ അവർക്ക് വചനത്തിൽ നിന്ന് ആ കാര്യങ്ങളെ കുറിച്ചൊരു ബോധ്യം വന്ന് അകമയുള്ള ആഭരണമാണ് അതെനിക്ക് മതി, പുറമുള്ളത് വേണ്ട എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധ്യത്തിലേക്ക് വരുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ലോർഡ് ലവ്സ് എ ചിയർഫുൾ ഗിവർ, സന്തോഷത്തോടെ കൊടുക്കുന്നതിന് ദൈവം സ്നേഹിക്കുന്നു എന്ന് 1 കൊരിന്ത്യർ 7:9 നമ്മൾ വായിക്കുമ്പോൾ ഏതൊരു കാര്യത്തിലും സന്തോഷത്തോടെ അനുസരിക്കുന്ന, അല്ലാതെ സന്തോഷമില്ലാതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ പിന്നെ ഞാൻ എന്തെങ്കിലും അത് ഊരിയേക്കാം അതിന് ചെയ്തേക്കാന്ന് പറഞ്ഞ് ഒരു ഭാരത്തോടെ ചെയ്യുവാണെങ്കിൽ അത് കർത്താവിന് അതൊരു ഡെഡ് വർക്ക്, അതൊരു നിർജീവ പ്രവൃത്തിയായി പോകും. പക്ഷെ എപ്പോഴാണ് നമുക്കത് സന്തോഷത്തോടെ ദൈവവചനത്തെ അത് കണ്ടതനുസരിക്കാൻ നമുക്ക് പറ്റുന്ന, നമുക്ക് ദൈവമുമ്പാകെ ഒരു ബോധ്യമുള്ള, അപ്പോൾ അതനുസരിക്കാനേ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുള്ളൂ. അതൊരു അങ്ങനെ ആഭരണം ധരിക്കുന്ന പാപം എന്നുള്ളതല്ല, മറിച്ച് അതൊരു ലാളിത്യം, ദൈവവചനത്തിന്റെ ഒരു സിംപ്ലിസിറ്റി, സിമ്പിൾ ലിവിങ്, ഒരു ലളിതമായ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ദൈവവചനം നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മളും അതങ്ങ് വേണ്ടെന്ന് വെക്കുന്നു എന്നുള്ളൊരു, അങ്ങ് വേണ്ടാന്ന് വെച്ച് അങ്ങ് പോകുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മളത് ദൈവവചനത്തിൽ കാണുന്നത്. ഇപ്പൊ ആ ഒരു കാര്യങ്ങൾ നമ്മൾ അവിടെ കണ്ടത്. അപ്പൊ അവൾ തന്നെ ഒരുക്കിയിരിക്കുന്നു. അവളുടെ കല്യാണ വസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ 8ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ വായിച്ച് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം, ഫൈൻ ലിനൻ എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത്. ഫൈൻ ലിനൻ എന്ന് പറയുന്നത് അത് വേർപ്പുളവാക്കാത്ത വസ്ത്രം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എഹെസ്കേൽ 44 17 18 വാക്യങ്ങളൊക്കെ കണ്ടു. ആ ഒരു സ്വയധ്വാനത്തിന്റെ കാര്യമല്ല, മറിച്ച് കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനാൽ തരുന്ന ഒരു വസ്ത്രമാണ് അത്. കർത്താവിന്റെ ആ ഒരു പ്രേരണയ്ക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളിലൂടെ പരിശുദ്ധാത്മാവ് തുന്നിയെടുക്കുന്ന, നമ്മളെ കർത്താവ് തുന്നിയെടുക്കാൻ ഉപയോഗിക്കുന്നു. എന്നാൽ ആരാ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് തുന്നാൻ? ഈ കല്യാണ വസ്ത്രത്തിന്റെ സ്റ്റിച്ച് ഇടാൻ ഒരു അത് തുന്നിയെടുക്കാൻ ആരാ അത് സഹായിക്കുന്നതെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ. അങ്ങനെ ആ ഒരു വിശേഷ വസ്ത്രം നമ്മുടെ നീതി പ്രവൃത്തികൾ തന്നെ പ്രേരണയ്ക്ക് കീഴടങ്ങി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് പരിശുദ്ധ ദൈവനാമമഹത്വത്തിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഫ്രം ഗോഡ്, ത്രൂ ഗോഡ് ആൻഡ് ടു ഗോഡ്. അതാണ് നമ്മൾ റോമർ 11:36 വായിക്കുന്നത്. ദൈവത്തിൽ നിന്ന് തുടങ്ങി, അതായത് ദൈവത്തോടുള്ള സ്നേഹത്താല്, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാല്, ദൈവത്തിന്റെ ശക്തിയാല് ദൈവനാമമഹത്വത്തിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നീതി പ്രവൃത്തികൾ. അത് ഈ വിശേഷ വസ്ത്രമായിട്ട്, കല്യാണ വസ്ത്രമായിട്ട് മാറും. എന്നാൽ നമ്മളിൽ നിന്ന് തുടങ്ങി നമ്മുടെ ശക്തിയാൽ നമ്മുടെ മഹത്വത്തിന് വേണ്ടി ഞാൻ വലിയ വിശുദ്ധന, ഞാൻ നല്ല സഹോദരന സഹോദരിയെന്ന് കാണിക്കാൻ വേണ്ടി, അവർ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മനുഷ്യരുടെ മുമ്പാകെ ചെയ്യുന്ന, മനുഷ്യന്റെ സ്വന്തം ശക്തിയാല്, സ്വന്തം പ്രേരണയാല്, സ്വന്തം തീരുമാനത്താലൊക്കെ ചെയ്യുന്നത് കറപുരണ്ട തുണിയാണ്. ഇതിന്റെ നേരെ എക്സ്ട്രീം ഓപ്പോസിറ്റാണ്, നമ്മള് എക്സാക്ട് ഓപ്പോസിറ്റാ. അവിടെ വെളിപാട് 19:8 വാക്യത്തില് ഈ ഒരു റൈച്ചസ് ആക്ട്സ് ഓഫ് ദ സെയിൻസ് അതൊരു വിശേഷ വസ്ത്രമായിട്ട് ബ്രൈഡൽ ഗാർമെന്റ് ആവുന്നുണ്ടെങ്കിൽ കല്യാണ വസ്ത്രത്തിന് നേരെ ഓപ്പോസിറ്റ് എന്താന്ന് ചോദിച്ചാൽ കറപുരണ്ട തുണി. അതാണ് നമ്മൾ യെശയ്യാവ് 64:6 പറയുന്ന കറപുരണ്ട തുണി. ആ ഒരു തുണി എന്ന് പറഞ്ഞാൽ അത് സെൽഫ് റൈച്ചസ് ആക്ട്സ് ആണ്, ഇത് റൈച്ചസ് ആക്ട്സ് ആണ്. ഇത് ദൈവത്തിന്റെ നീതിയുള്ള പ്രവൃത്തികൾ, ദൈവം നമ്മളിലൂടെ തുന്നിയെടുക്കുന്ന കാര്യങ്ങൾ. മറ്റേത് നമ്മളുടെ സ്വയത്തിൽ നിന്ന് തുന്നിയെടുക്കുന്നത് അത് മാനസാന്തരത്തിന് മുമ്പായാലും മാനസാന്തരത്തിന് ശേഷമായാലും ജഡത്താൽ ജനിച്ചതൊക്കെ ജഡവത്രേ എന്ന് എവിടെ ആരാ പറഞ്ഞേ? കർത്താവ് പറഞ്ഞ എവിടെ? യോഹന്നാൻ 3-ാം നിക്കോദെമോസിനോട് വീണ്ടും ജനനത്തെ കുറിച്ച് പറയുന്നതിന് അതിനോട് ചേർന്ന് കർത്താവ് പറയുന്നത് അതിന്റെ തൊട്ട് താഴെ യോഹന്നാൻ 3-ാമത്തെ വാക്യത്തിലും 5-ാമത്തെ വാക്യത്തിലും വീണ്ടും ജനിക്കുന്നതിനെ കുറിച്ചും വെള്ളത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും ജനിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്, ജഡത്താൽ ജനിക്കുന്നത് ജഡമാണെന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ 3-ാം അതിന്റെ 6-ാമത്തെ വാക്യം, അതിന്റെ തൊട്ടടുത്ത വാക്യം തന്നെ, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രേരണയോടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നിത്യതയിൽ അത് ആത്മീയമായിട്ട് മൂല്യമുള്ള കാര്യങ്ങളായിട്ട്, എന്നാൽ ജഡത്തിൽ നിന്നുള്ളത് അത് ജഡമാകുന്നു. അത് വീണ്ടും ജനനത്തിന്റെ അനുഭവത്തെക്കുറിച്ചും നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നു, അത് ജഡപ്രകാരമുള്ള ജനനം.
എന്നാൽ ആത്മാവിൽ നിന്ന് പരിശുദ്ധാത്മാവിലൂടെ ജനിക്കുന്നത് വീണ്ടും ജനം എന്ന് പറയുന്നത് പോലെ തന്നെ വീണ്ടും വീണ്ടും ജനിച്ച് ദൈവവേദൽ ആയതിനു ശേഷം നമുക്ക് എന്തുണ്ട്? ഒരു ജഡമുണ്ട്. ആ ജഡത്തെ അനുസരിച്ച് നടക്കുമ്പോൾ എന്താ, ഈ കറപുരണ്ട തുണി വന്നുകൊണ്ടിരിക്കും. അത് പരിശുദ്ധാത്മാവിന്റെ തീയിൽ നമ്മൾ മാനസാന്തരപ്പെട്ട് കത്തിച്ചു കളയണം എന്ന് പറഞ്ഞാല് കർത്താവേ, ആ നിർജ്ജീവ പ്രവൃത്തികളെ കുറിച്ച് ഓർത്ത് നമ്മൾ മാനസാന്തരപ്പെടണം. ആ നിർജ്ജീവ പ്രവൃത്തികൾ, ആ കറപുരണ്ട തുണിയാണ് നിർജ്ജീവ പ്രവൃത്തികൾ. നിർജ്ജീവ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രേരണയോ ശക്തിയോ കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ടോ ഒന്നും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളാണ് നിർജ്ജീവ പ്രവൃത്തികൾ. നല്ല പ്രവൃത്തികൾ എന്നുള്ള ഒരു പുറമേ ഉള്ള ഒരു അപ്പിയറൻസ് ഉണ്ട്, എന്നാൽ ദൈവത്തിന്റെ ജീവനില്ലാത്ത പ്രവൃത്തികൾ, മനുഷ്യന് വേണ്ടി ചെയ്ത പ്രവൃത്തികളോ അങ്ങനെയൊക്കെയുള്ള മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളോ ഒക്കെ അത് നമ്മള് കർത്താവിന്റെ രക്തം, നിത്യാത്മാവിനെ നിഷ്കളങ്കനായിട്ട് തന്നെ ഏൽപ്പിച്ച യേശുവിന്റെ രക്തം നമ്മളെ നിർജ്ജീവ പ്രവൃത്തികളിൽ നിന്ന് എത്ര അധികം ശുദ്ധീകരിക്കും എന്നൊക്കെ നമ്മള് എബ്രായർ 9:14 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് നിർജ്ജീവ പ്രവൃത്തികളെ കുറിച്ച് നിത്യാത്മാവിനെ നിർമ്മലനായിട്ട് ഒരു നിർജ്ജീവ പ്രവൃത്തി പോലും ചെയ്യാതെ പിതാവിനായിട്ട് മാത്രം ചെയ്ത ആ യേശുവിനെ നമ്മൾ കാണുമ്പോൾ ആ യേശുവിന്റെ രക്തം നമ്മുടെ ജീവിതത്തിലുള്ള നിർജ്ജീവ പ്രവൃത്തികളെ കുറിച്ച് നമുക്കൊരു ബോധ്യം തരികയും അതിനോർത്ത് മാനസാന്തരപ്പെടുകയും അങ്ങനെ ആ കറപുരണ്ട തുണിയൊക്കെ മാറി നമുക്ക് വിശേഷ വസ്ത്രം നിത്യാത്മാവിനാ നിഷ്കളങ്കനായി തന്നെ അർപ്പിച്ച യേശുവിനെ പോലെ കല്യാണ വസ്ത്രം തുന്നുവാന് കർത്താവ് നമ്മളെ സഹായിക്കും. അതാണ് നമ്മൾ യോഹന്നാൻ 3:6 ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ജഡത്തിന്റെ പ്രേരണയിൽ നിന്ന് വരുന്നതൊക്കെ ജഡികമായ കാര്യങ്ങൾ, അതൊക്കെ ആ ഒരു കറപുരണ്ട തുണി പോലെ. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുതെന്നൊക്കെ പറഞ്ഞ് കാറ്റിന്റെ എക്സാമ്പിളൊക്കെ കർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തുടർന്ന് വായിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ച് യോഹന്നാൻ 19 നമ്മൾ ആ കാര്യങ്ങൾ 8ാമത്തെ വാക്യം വരെ കണ്ടു. ഇനിയിപ്പോ 9ാമത്തെ വാക്യം ഇപ്പം സാക്വനബറിന്റെ അന്തിമവിജയം പുസ്തകത്തിൽ നിന്ന് അജ്ബേർ അത് ആ പോർഷൻ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ജഗബേർ അത് വായിക്കുമല്ലോ. വാക്യം 9. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനം എന്നും പറഞ്ഞു. ക്രിസ്തുവിന്റെ കാന്തയുടെ ഭാഗമല്ലാത്ത ആളുകളും സ്വർഗത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഈ വാക്യം വ്യക്തമായി സൂചിപ്പിക്കുന്നു. അവർ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ മാത്രമാണ്. ഒരു കാന്തയും അവരുടെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ട അതിഥിയല്ല. അപ്പോൾ ഇവർ ആരാണ്? ബാബിലോൺ വിട്ടവരെങ്കിലും ക്രിസ്തുവിന്റെ കാന്തയിൽ ഉൾപ്പെടുവാൻ തക്കവണ്ണം പൂർണ്ണ മനസ്കരായി തീർന്നിട്ടില്ലാത്ത വിശ്വാസികൾ ആയിരിക്കാം ഇവർ. നല്ല നിലത്ത് വീണ വിത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ യേശു 3 തരം ആളുകളെ കുറിച്ച് പരാമർശിച്ചു. 30, 60, 100 മേനി വിളഞ്ഞവർ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 20-ാം വാക്യം. ഇവരിൽ ഒരു കൂട്ടർ പോലും ചീത്ത നിലം ആയിരുന്നില്ല, എല്ലാവരും നല്ല നിലം തന്നെ ആയിരുന്നു. എങ്കിലും 30 മേനി വിളഞ്ഞ വിശ്വാസികളും 100 മേനി വിളഞ്ഞ വിശ്വാസികളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടല്ലോ. 100 മേനി വിശ്വാസികൾ ക്രിസ്തുവിന്റെ കാന്തയാണ്. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. എന്നാൽ 30, 60 മേനി വിളയുന്നവർ കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരാണ്. കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവര്, കാന്തയല്ല. ഇത് വായിക്കുമ്പോൾ നിങ്ങൾ പോലും ഇതെല്ലാം ഏതോ മതഭ്രാന്തന്മാരുടെ ഭ്രാന്തൻ ആശയങ്ങൾ മാത്രമാണ് എന്ന് ചിന്തിക്കാൻ പരീക്ഷിക്കപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് യോഹന്നാനോട് ഈ വാചകം കൂടെ ചേർക്കാൻ നിർദ്ദേശിച്ചത്. ഇത് ദൈവത്തിന്റെ സത്യവചനം. നമ്മൾ കൂടെ പറയുന്ന ഒരു വാക്യമാണ്. ഞാനത് എപ്പോഴും എന്നെ എപ്പോഴും വെല്ലുവിളിക്കുന്ന ഒരു വാക്യമാണ്. ഈ വെളിപാട് വെല്ലുവിളിക്കുന്നതെന്ന് പറഞ്ഞാല് ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു വാക്യം ആണ് ഈ വെളിപാട് 19-9 വാക്യം. അതൊരു വല്ലാത്ത മുന്നറിയിപ്പ് തന്നെ. എന്താണെന്ന് വെച്ചാല് ബാബിലോണൊക്കെ വിട്ടു, എന്നാ കാന്തയുടെ ഭാഗമായി തീർന്നു എന്ന് ചോദിച്ചാൽ ആകാതെ ഇരിക്കാം, സ്വർഗത്തിലായിരിക്കുന്നു എന്ന ആ ഒരു അവസ്ഥയാണ് നമ്മളിവിടെ വെളിപാട് 19-9 വാക്യത്തില്. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അവര് ഭാഗ്യവാന്മാരാ എന്ന് വെച്ചാൽ അവര് ബാബിലോണിൽ ഇരുന്ന് ന്യായവിധിക്ക് അടിമപ്പെട്ട് അല്ലെങ്കിൽ അവര് രക്ഷിക്കപ്പെടാതെ അവര് നിത്യനരക വേദനയിലൊന്നും അല്ല.
ഇങ്ങെത്തി, സ്വർഗത്തിൽ എത്തിപ്പെട്ടു. അത് നമ്മള് 1 Corinthians 3 പൊന്ന് വെള്ളി വിലയേറിയ കല്ലുകൾ എന്നൊക്കെ പറഞ്ഞ് മരം പുല്ല് വൈക്കോലിനെ പറ്റിയുള്ള 2 കാറ്റഗറീസ് ഒക്കെ പറഞ്ഞ് എല്ലാം തീയിലൂടെ പോകുമ്പം ചിലരുടെ പ്രവൃത്തികളെല്ലാം വെന്തുപോകും. എന്നാൽ അവരും അങ്ങ് ഇക്കരയ്ക്ക് ഞെത്തി കഷ്ടിച്ച് ജയിച്ചു. കയ്യാലപ്പുറത്ത് തേങ്ങ തള്ളി അങ്ങ് ഗ്രേസ് മാർക്കോ ഏതാണ്ടൊക്കെ കൊടുത്ത് തള്ളി, മോഡറേഷൻ ഒക്കെ കൊടുത്ത് തള്ളി ഇപ്പത്തോട്ടം കിട്ടു. ജയിച്ചു. ഹലോ ഭാഗ്യവാന്മാർ, ഞങ്ങൾ ഞെത്തി. 30 മേനി ഏനോ ആ ഒരു ബെയർ മിനിമം. അങ്ങനെ ആ ഒരു അവസ്ഥ ഉണ്ട്. അതാ നമ്മൾ വായിക്കുന്നത്. ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. അപ്പോ കാന്തയുടെ ഇപ്പം കല്യാണത്തിന് കാന്തയെ ആരെങ്കിലും ക്ഷണക്കത്തഴിച്ച് ക്ഷണിക്കേണ്ട കാര്യമില്ല. കാന്തയുടേതാണ് കല്യാണം. എന്നാൽ ഇത് ക്ഷണിക്കപ്പെട്ടവരായിട്ട് ഉള്ളവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അതൊക്കെ നമ്മൾ വായിച്ചതുപോലെ ഇപ്പം മർക്കോസ് 4:20 മത്തായി 13:23 ഒക്കെ കർത്താവ് നല്ല നിലത്തെ വിത്തിനെ കുറിച്ച് പറയുമ്പോൾ ചീത്ത നിലത്തെ വിത്തല്ല. ചീത്ത നിലത്തെ വിത്ത് എന്ന് പറയുമ്പോൾ പാറപ്പുറത്തും വഴിയരികിലും പാറപ്പുറത്തും മുള്ളിന് ഇടയിലും വീണ വിത്തുകളാണ് ചീത്ത നിലങ്ങള്, ബാഡ് ഗ്രൗണ്ട്സ്. അപ്പം വഴിയരികില് അത് ജീവൻ ഉണ്ടായതേ ഇല്ല. അതങ്ങ് പക്ഷികള്, ഭൂതാത്മാക്കള്, ദുരാത്മാക്കള് വന്ന് ആ വിത്തുകളൊക്കെ അങ്ങ് കൊത്തി തിന്നു. പിന്നെ പാറപ്പുറത്ത് വീണതില് ജീവൻ ഉണ്ടായെന്ന് വെച്ചാൽ ജീവൻ ഉണ്ടായി. പെട്ടെന്ന് സന്തോഷത്തോടെ അവര് ഇമോഷണലി ഒക്കെ സ്റ്റേർഡ് അപ്പ് ആയി. ഇമീഡിയറ്റ്ലി വിത്ത് ജോയ് അവർ സന്തോഷത്തോടെ വചനം സ്വീകരിച്ചു എന്നൊക്കെ നമ്മൾ മത്തായി 13 വായിക്കുന്നേ. വചനമൊക്കെ കേൾക്കുന്നു, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ക്രൂശില് കഷ്ടപ്പെട്ടു. അപ്പൊ പെട്ടെന്ന് ഇമോഷൻസ് ഒക്കെ സ്റ്റേർപ്പ് ചെയ്തു. എന്നാലും കർത്താവ് വേണ്ടി മരിച്ചല്ലോ, നന്ദി കർത്താവേ എന്നൊക്കെ പറഞ്ഞ് അവര് ഇമോഷണലി സ്റ്റേർഡപ്പ് ആയി. എന്നാ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ ചെന്നു, ഓഫീസിൽ ചെന്നു, സ്കൂളിൽ ചെന്നു, കോളേജിൽ ചെന്നു. അപ്പൊ ലോകത്തിന്റെ പരീക്ഷണങ്ങള്, സൂര്യൻ ഉദിച്ചു, ലോകത്തിന്റെ ചൂട് അങ്ങ് ഏക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ കരിഞ്ഞു പോയി. എന്താന്ന് വെച്ചാല് ഈ പാറ പുറത്ത് ഇരിക്കുവോ, ഈ പാറയൊന്നും പിളർന്ന് ഈ വേരങ്ങോട്ട് താഴോട്ടൊന്നും പോയില്ല. അപ്പൊ അതുകൊണ്ട് അവര് ആ പാറയാകുന്ന സ്വന്തം ഹിതം ഒന്നും അവരുടെ ജീവിതത്തിലൊന്നും തകർക്കപ്പെട്ടില്ല. മറിച്ച് അവര് പെട്ടെന്ന് വചനം ഒന്ന് റിസീവ് ചെയ്തു, സന്തോഷത്തോടെ ആ ഒരു വികാരത്തിന്റെ തലത്തിൽ ഒന്ന് എക്സൈറ്റഡ് ആയി. മറ്റേത് വഴിയരികിൽ വീണ വിത്ത് ദേഹത്തിന്റെ തലത്തിൽ, ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ അല്ലെങ്കിൽ അതേ ചെവി കൂടെ തന്നെ പോയ അവസ്ഥയാ. ചില സഭയിലിരിക്കുന്നു, വചനം കേൾക്കുന്നു, അല്ലെങ്കിൽ സൂം മീറ്റിംഗിൽ ഇരിക്കുന്നു, കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, പക്ഷെ ശ്രദ്ധ വേറെ എവിടെയാ. എന്താ അവിടെ നടക്കുന്നത്, എന്താ അവിടെ ഒരു ശബ്ദം, അത് എന്താ അവിടെ ചീവീട് കരഞ്ഞോ, അവിടെ ഒരു പൂച്ച കരഞ്ഞോ, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിലെ ശ്രദ്ധ. എന്നുവെച്ചിട്ട് ആള് ശരീരം കൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഉള്ളിലോട്ട് പോലും പോകുന്നില്ല. മനസ്സുകൊണ്ട് പോലും അതെന്താ പറയുന്നത് പോലും ഗ്രഹിക്കുന്ന പോലും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയാണ് വഴിയരികി വീണ വിത്ത് എന്നുള്ള രീതിയിൽ. ഈവൻ ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്ന വെച്ചാല് ഈ വഴിയരികി വീണ വിത്തും പാറപ്പുറത്തെ അവസ്ഥയും മുള്ളിന് ഇടയിൽ വീണ അവസ്ഥയും അത് വിശ്വാസികളിലും ഉണ്ടാകാം. എങ്ങനെ വിശ്വാസികളിൽ ഉണ്ടാവാന്ന് ചോദിച്ചാൽ 2 രീതിയിൽ നമ്മൾ അതിനെ നോക്കി കാണുമ്പം ഒരാളുടെ ജീവിതം മൊത്തവും വഴിയരികി വീണ അവസ്ഥയായിരിക്കുമ്പോൾ അയാളൊരു അവിശ്വാസിയാണ്. ഒരാളുടെ ജീവിതം മൊത്തവും ഈ പാറപ്പുറത്ത് വീണ അവസ്ഥയിലും മുള്ളിനിടയിൽ വീണ അവസ്ഥയാണെങ്കിൽ അതെല്ലാം അവിശ്വാസികളിലാണെന്ന് പറയാം. എന്നാൽ 30 മേനി പിന്നെ വിശ്വാസികളുടെ കാര്യമാണ് നല്ല നിലം. നല്ല നിലത്തിൽ തന്നെ 30 മേനി, 60 മേനി, 100 മേനി. അപ്പം വിശ്വാസികളുടെ നിലത്തിൽ തന്നെ ചിലവരുടെ ജീവിതത്തില് 30 മേനി അവര് ഒരു ബെയർ മിനിമം അവര് കർത്താവിന് അവരുടെ ജീവിതം സമർപ്പിച്ചു. അവര് ആ വിശ്വാസത്തിൽ തന്നെ നിലനിന്നു. അവർ വിശ്വാസത്തിൽ നിന്ന് വീണുപോയില്ല. വിശ്വാസത്തിൽ നിന്ന് വീണുപോയി രക്ഷകന് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയെ കുറിച്ചൊക്കെ, അപ്പോസ്റ്റസിയെ കുറിച്ചൊക്കെ 2 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ അപ്പോസ്റ്റസിയെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വാസത്യാഗം. അപ്പൊ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നിന്ന് അവർ വീണുപോയി, അവർ രക്ഷ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചൊക്കെ ഒത്തിരി മുന്നറിയിപ്പുകളൊക്കെ നമ്മൾ അതിനകത്തിലുടനീളം കർത്താവിന്റെ പാരബിൾസിലും ഉപമകളിലും ഒക്കെ നമ്മൾ കാണുന്ന നമുക്കറിയാം. അപ്പൊ വിശ്വാസത്തിൽ തന്നെ വീണു പോകുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അവർ 30 മേനി പോലും ഇല്ല. അവർ ഈ 30 മേനിയായിട്ട് ഇങ്ങനെ നിന്നോണ്ടാ പെട്ടെന്ന് കയ്യാലപ്പുറത്ത് തെങ്ങുമാതിരി പെട്ടെന്ന് ഇപ്പുറത്തോട്ട് ചാടിപ്പോയി വിശ്വാസത്തിൽ തന്നെ അങ്ങ് പോയ ആ ഒരു അവസ്ഥയിലേക്ക് പോയത്. അപ്പോ എന്നാ ഈ നല്ല നിലത്ത് വീണ ആൾക്കാരില് 30 മേനി എന്ന് പറയുമ്പം ഒരു പ്രാകാരം വരെ എത്തി. എന്ന് വെച്ചാല് സമാപന കൂടാരത്തിന് എക്സാമ്പിൾ പറയുമ്പോൾ പ്രാകാരത്തിൽ ഇങ്ങോട്ട് കയറി, എന്നാ അങ്ങോട്ട് വിശുദ്ധ സ്ഥലത്തേക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഒന്നും പോയോ ഇല്ല.
അപ്പൊ പ്രാകാരത്തിൽ വരെ എത്തി. അപ്പൊ ആ 30 മേനി ഉള്ള ആളുടെ കാര്യം പറയുവാണെങ്കിൽ അയാളുടെ ജീവിതത്തില് ഒരു 30% അയാള് സമർപ്പിച്ചിട്ടുണ്ട്. അയാളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ പല പ്രകടമായ പല പാപ സ്വഭാവങ്ങളാവട്ടെ, ചില അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലൊക്കെ വേണ്ട ലോകക്കാരെ പോലെ എനിക്ക് അതിലേക്ക് ഞാൻ പോകുന്നില്ല, അല്ലെങ്കിൽ മദ്യപാനത്തിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ വ്യഭിചാരത്തിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ വഴക്കിടാൻ പോകുന്നില്ല, അങ്ങനെ പുറമേ അങ്ങനെയൊക്കെ വലിയ വലിയ ഇതൊന്നുമില്ല. അവര് സമർപ്പിച്ചു, കാര്യങ്ങളൊക്കെ ശരിയാ. 30% ഒരു സമർപ്പണമൊക്കെ ഉണ്ട്. എന്നാൽ അവരുടെ ജീവിതത്തിന് 70% അവര് തന്നെ കൈയാളുന്നേ. 70% അവരുടെ ജഡം തന്നെയാണ്. അവര് തന്നെ തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം, എവിടെ പോകണം, എങ്ങനെ പണം ചെലവഴിക്കണം, എല്ലാ കാര്യത്തിലും അവര് തന്നെ തീരുമാനം എടുക്കുന്നത്. 30% കർത്താവിനെന്ന് കൊടുത്തിട്ടുണ്ട്. വിശ്വാസത്തിന് നിലനിൽക്കുന്നുണ്ട്. അവര് ഇത് കർത്താവിനോട് ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, അവിടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു, ഈ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തു. പക്ഷെ അവരുടെ ജീവിതത്തിന് 70% അവര് തന്നെ ജീവിക്കുന്നത്. അതാ 30%ത്തിന്റെ ഗതി. അപ്പൊ ആ 70% അവര് തന്നെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ നിലവായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ആ നല്ല നിലം, ഒരു ഫലം കാഴ്ച നല്ല നിലമുണ്ട്. അവര് വചനത്തെ മുറുകെ പിടിക്കുന്നു, അത് ശരിയാണ്. അവര് അത്യാവശ്യം അവര് വിശ്വാസ കർത്താവ് അവരുടെ അത്രയും വീഴ്ചകളും താഴ്ചകളൊക്കെ ഉണ്ടായിട്ട് കർത്താവിന്റെ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് വിശ്വസിച്ച് കർത്താവ് തന്നെയാണ് എന്റെ രക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് വിശ്വാസം നിലനിൽക്കുന്നു. നല്ല കാര്യം തന്നെ. അതുകൊണ്ട് അവർ ഭാഗ്യവാന്മാരാണ്. ചില നിത്യന്യായവിധിക്ക് അകപ്പെട്ടില്ല, രക്ഷയിൽ നിലനിൽക്കുന്നു. പക്ഷെ വളർച്ചയൊന്നുമില്ല. അവരങ്ങനെ ശൈശവപ്രായം മുതല് ശൈശവപ്രായമായിട്ട് തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോഴും ആൾക്കാര് മറ്റുള്ളവരിങ്ങനെ ഈ ന്യൂ ബോൺ ബേബീസ് ഡയപ്പർ മറ്റുള്ളവർ ചേഞ്ച് ചെയ്ത് ക്ലീൻ ആക്കി കൊടുക്കണം, പാല് അതുപോലെ കൊടുക്കണം, അതുപോലെ ബാക്കിയുള്ളവർ ടേക്ക് കെയർ ചെയ്താല് എന്നുള്ള രീതിയിലായിട്ട് ശൈശവപ്രായമായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ് 30% എന്ന് പറഞ്ഞാൽ. അവരുടെ ജീവിതത്തിൽ ബാക്കിയുള്ള 70% മേഖലകളും ആ നല്ല നിലം, ഇത് 30% അവരുടെ ജീവിതത്തിൽ ഒരു നല്ല നിലമുണ്ട്. 70% ഈ 70 എവിടെ നിന്ന് കിട്ടുന്ന വെച്ചാൽ 100 - 30 70 എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. അപ്പൊ ബാക്കിയുള്ള 70% എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ഈ പല അവസ്ഥകൾ, ഈ ആദ്യം പറഞ്ഞ ചീത്ത നിലത്തിന്റെ 3 അവസ്ഥകളുടെ പല പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ആയിരിക്കും അവരിലുള്ളത്. എന്ന് പറഞ്ഞാല് അവരുടെ ജീവിതത്തിൽ വഴിയരികെ വീണ വിത്ത് പോലെ ആയിരിക്കും ചിലത്. അങ്ങനെ കേൾക്കുന്നു പക്ഷെ ഒന്നും ഉള്ളിൽ പോകുന്നില്ല. അത് ദേഹത്തിന്റെ തലത്തിലേക്ക് മാത്രം, ചെവി കൂടെ കേൾക്കുന്നു, വചനം വായിക്കുന്നു, പക്ഷെ ഒന്നും ഉള്ളിൽ ഗ്രഹിക്കുന്നില്ല. ബ്രെയിനിലേക്ക് തന്നെ അതങ്ങ് പോകുന്നില്ല. മറിച്ച് കാണുന്നു, കേൾക്കുന്നു, വായിക്കുന്നു, പക്ഷെ അർത്ഥം ഗ്രഹിക്കുന്നില്ല. എന്താ ഈ വചനം സംസാരിക്കുന്ന ആളോ അല്ലെങ്കിൽ ഈ വചനം നമ്മൾ പേഴ്സണൽ മെഡിറ്റേഷൻ ആണെങ്കിൽ നമ്മൾ എന്താ ഈ വചനം പറയുന്നതെന്നുള്ള കാര്യം നമ്മൾ വചനം വായിച്ചു എന്ന് ചോദിച്ചാൽ ഇന്ന് ഞാൻ വചനം വായിച്ചു. എന്തോ വായിച്ചെന്ന് ചോദിച്ചാൽ എന്തോ വായിച്ചു, എവിടെയോ വായിച്ചു, എന്താന്നൊക്കെ മറന്നുപോയി, എന്തോ ആൾക്കാരും വേണ്ടി ഓക്കാനിച്ചു. അപ്പം ഈ മടിയിലേക്ക് വീണ വിത്തിന്റെ അവസ്ഥയാണ്. അവർക്ക് ഒന്നും ഗ്രഹിച്ചില്ല, അല്ലെങ്കിൽ ചിലപ്പം ഗ്രഹിച്ചു പെട്ടെന്ന്. ശരിയാണ്, നമുക്ക് പല കാരണങ്ങളോട് നമ്മൾ മറന്നു പോകുന്നു. അതൊക്കെ മറന്നു പോകുന്നതുകൊണ്ട് മാത്രം നമ്മൾ ഗ്രഹിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല. മറിച്ച് അത് ഗ്രഹിക്കുക പോലും ചെയ്യാത്ത ഒരു അവസ്ഥയാ വഴിയരികെ വീണ അവസ്ഥ. അപ്പൊ ദേഹത്തിന്റെ തലത്തിൽ മാത്രം എത്തി. മറ്റ് പാറപ്പുറത്തെ ആൾക്കാരുടെ കാര്യം പറയുവാണെങ്കിൽ അവിടെ ദേഹിയുടെ തലത്തിൽ എന്തുണ്ട്? വികാരങ്ങളുണ്ട്, പിന്നെന്താ, മനസ്സുണ്ട്, ചിന്തകളുണ്ട്, വികാരങ്ങളുണ്ട്, ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ഇന്റലിജൻസ്, നമ്മുടെ ബുദ്ധി, അതെല്ലാം ആ ഒരു ദേഹിയുടെ ഒരു പാർട്ടാണ്. പിന്നെ നമ്മളുടെ തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി, അതായത് ഫീലിങ്സ്. നമ്മളെപ്പോഴും ആ സമാഗമന കൂടാരത്തിന്റെ എക്സാമ്പിൾ ഒക്കെ പറയുമ്പോൾ നമുക്ക് അത് കൂടുതൽ മനസ്സിലാവൂല. ഇങ്ങനെ സമാഗമന കൂടാരത്തിന്റെ ആ ഒരു പിക്ചർ ഞാൻ സമാഗമന കൂടാരത്തിന്റെ ഹോളി പ്ലേസിലുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഈ പിക്ചർ ഞാൻ തന്നെ ഉപയോഗിക്കുന്നത് നിങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു 3 കാര്യങ്ങൾ വിശുദ്ധ സ്ഥലത്തുള്ളത്. പ്രാകാരമാണ് ശരീരത്തിനെ കുറിക്കുന്നത്. പ്രാകാരം വരെ എത്തി, വഴിയരികെ വീണ വിത്ത്. ഇതിപ്പം വിശുദ്ധ സ്ഥലം എത്തി എന്ന് പറയുമ്പോൾ ഈ പാറമേൽ വീണ വിത്തുകളുടെ കാര്യം പറഞ്ഞാൽ ഈ പറയുവാണെങ്കിൽ ഈ ലാംപ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ വിളക്ക്, നിലവിളക്ക്, ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ്, സ്വർണ്ണ നിലവിളക്ക് ഉണ്ട്. അത് ഇമോഷൻസിനെ കുറിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ വചനം കേൾക്കുന്നു, നമ്മൾ പാട്ട് പാടുന്നു, അപ്പോഴത്തേക്ക് നമുക്ക് ഒരു വൈകാരികമായിട്ടുള്ളൊരു വിളക്ക് പരിഭവം ഉണ്ടാവുന്നു. ഇമോഷണലായിട്ട് നമ്മൾ സ്റ്റേർഡപ്പ് ആകുന്നു. കർത്താവിന്റെ ക്രൂസിനെ കുറിച്ചും കർത്താവിന്റെ ചാട്ടവാറടിയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം. അതിൽ തന്നെ തെറ്റൊന്നുമില്ല, നല്ല കാര്യമില്ല, അങ്ങനെ വേണം. പക്ഷെ അതിൽ തന്നെ നിൽക്കുന്നു പോകരുത് എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. ഇമോഷൻസ് സ്റ്റേർഡപ്പ് ആകുന്നു, എന്നാൽ ആഴത്തിൽ അത് ധ്യാനിച്ച്
വേരിറങ്ങുന്ന ആ ഒരു തലത്തിലേക്ക്, വേരിറങ്ങുന്ന പറയുമ്പോൾ അത് നമ്മൾ ധ്യാനിച്ച് കുറച്ചുകൂടെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി ഒക്കെ വരുന്നതാ വേരിറങ്ങുന്ന, അത് തോട്ട്സിന്റെ തലത്തിലോട്ടും കൂടെ അത് കൂടുതലായിട്ട് വരുന്ന ഒരു അവസ്ഥ. അപ്പം ആ പാറപ്പുറത്ത് വീണ വിത്തുകൾക്ക് ഇമോഷൻസ് മാത്രമേ സ്റ്റേർഡപ്പ് ആയിട്ടുള്ളൂ. ഞാൻ ഈ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരുടെ കാര്യങ്ങൾ ഈ പറഞ്ഞു വരുന്നത്. അപ്പം ക്ഷണിക്കപ്പെട്ടവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, കാന്തയായി തീർന്നില്ല. കാന്ത എവിടാന്ന് ചോദിച്ചാൽ അതിവിശുദ്ധ സ്ഥലത്ത്, അതിവിശുദ്ധ സ്ഥലത്ത് ആത്മമണവാളനോടുകൂടി മണിയറയിലേക്ക് മണവാളൻ എന്നെ ദ കിങ് ഹാസ് ബ്രോട്ട് മീ ടു ഹിസ് ചേംബേഴ്സ് എന്നാണ് ഉത്തമഗീതം 1:4 നമ്മൾ വായിക്കുന്നത്. അത് മണവാട്ടിയാ, വേറെ ആരെങ്കിലും പിടിച്ച് മണിയറയിലേക്ക് കൊണ്ടുവരത്തില്ല. പിന്നെ ആരെയാ, മണവാട്ടിയാണ്. അത് അതിന്റെ ഉത്തമഗീതം 1-ാം 4-ാമത്തെ വാക്യത്തില് രാജാവിനെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആ പള്ളിയറയിലേക്ക് വരുന്ന മണവാളനോടൊപ്പം തിട്ടമായിട്ട് അവൻ എന്നെ ചേർത്തിടും മണിയറയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടും. ഞാൻ പരമേശ്വരൻ സതതം എന്നുള്ള പാട്ടിനകത്ത് നമ്മൾ പാടുന്നതല്ലേ, കർത്താവിനോടൊപ്പമുള്ള ആ ഒരു ആദ്യ സ്നേഹത്തിൽ, അത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് എത്തുന്ന ആ ഒരു അവസ്ഥ, ആ ജഡവും താണ്ടി, ജഡവാകുന്ന തിരശ്ശീലയും താണ്ടി, ജഡവാകുന്ന തിരശ്ശീലയും ചീന്തി, അതിനപ്പുറത്ത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കർത്താവിനോട് ആത്മാവിനാൽ നിറയപ്പെട്ട, കർത്താവിന് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ആ ഒരു നൂറുമേനി ഫലം കായ്ക്കുന്നവരാണ് കാന്തയായി തീരുന്നത്. അത് നമുക്കുള്ള വെളിച്ചത്തിനനുസരിച്ച് നമ്മൾ ഞാൻ ആ സഹോദരനെ പോലെ എനിക്കൊന്നും അത്രയും അറിയത്തില്ല, എനിക്ക് ഈ സഹോദരിയെ പോലെ എനിക്ക് ഇത്രയും അറിയത്തില്ല, എനിക്ക് ഇത്രയും കഴിവുകളില്ല, അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട. നമുക്ക് ഉള്ള വെളിച്ചത്തില് പൂർണ്ണ ഹൃദയത്തോടെ നമ്മളങ്ങ് കർത്താവിന്റെ വചനം പിൻപറ്റുവാണെങ്കിൽ, നമ്മൾ പൂർണ്ണമായിട്ടും കർത്താവിന് നമ്മുടെ ജീവിതം അങ്ങ് സമർപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ എത്രയൊക്കെ വീഴ്ചകൾ വീണ്ടും വീണ്ടും വന്നു തന്നെ ഇരിക്കട്ടെ, പക്ഷെ അപ്പോഴും നമ്മൾ വിത്ത് പെർസീവറൻസ്, ക്ഷമയോടെ ഫലം കായ്ക്കുന്നതിനെ കുറിച്ചാണ് ഇതേ കാര്യം ലൂക്കോസ് 8:15 നമ്മൾ വായിക്കുന്നത്. നല്ല നിലത്ത് വീണവര് ക്ഷമയോടെ, വിത്ത് പെർസീവറൻസ്, വിത്ത് ഹുപാമിനെ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വീഴ്ചകളും താഴ്ചകളും പ്രതിസന്ധി ഒന്നും ഇല്ലെന്നല്ല, എല്ലാം ഉണ്ടായിരിക്കുക. അതിലും ഏറെ വീണാലും ഒന്ന് എഴുന്നേറ്റ്, നീതിമാൻ 7 തവണ വീണാലും എഴുന്നേക്കും എന്ന് എവിടെ പറഞ്ഞിരിക്കുന്നത്? സദൃശവാക്യം 16:24 സദൃശവാക്യം, അത് ആ വാക്യം നമുക്ക് പരിചയമാണ്. നീതിമാൻ 7 തവണ വീണാലും, സദൃശവാക്യം Proverbs 16:24, 16:24 സോറി 24:16 ഞാൻ നോക്കട്ടെ. 24:16 റെഫറൻസ് തിരിഞ്ഞു പോയത്. സദൃശവാക്യം 24:16 നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. 7 പ്രാവശ്യം എന്ന് പറയുമ്പോൾ 7 ആ 7 എന്ന് പറയുന്ന ഒരു പൂർണ്ണസംഖ്യയെ കുറിക്കുന്നത്. അപ്പം എത്ര പ്രാവശ്യം വീണാലും, എന്റെ ജീവിതത്തിൽ ഇത്രയും പ്രാവശ്യം ഞാൻ വീണുപോയി, അതുകൊണ്ട് ഞാനിനി കാന്തയൊന്നും ആവത്തില്ല, അതുകൊണ്ട് പിന്നെ ഇതൊന്നും നോക്കണ്ട, അപ്പം പിന്നെ ബുക്കൊക്കെ അടച്ചു വെച്ച് നമുക്ക് നമ്മുടെ വഴി നോക്കാം എന്ന് പറയുന്നതല്ല. മറിച്ച് എത്ര തവണ നമ്മൾ വീണു പോയിട്ടുള്ളവരാകട്ടെ, ഇനി നമ്മളിനി വീണു പോയാൽ പോലും, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് ഒരു തവണ പോലും വീഴണ്ട, കർത്താവ് എന്നെ സഹായിക്കണേ, ആ ഒരു നിലവിളി. 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. ദുഷ്ടന്മാരും അനർത്ഥത്തിൽ നശിച്ചു പോകും. ദുഷ്ടന്മാർ ദുഷ്ട മനസ്സുകളുണ്ട്, അവർ വീണർത്ത് കിടന്ന് ഉരുണ്ടുകൊണ്ടിരിക്കും. പന്നി ചെറിയ കിടന്ന് ഉരുളുന്ന കണക്ക് അത് അവർ നിത്യനാശത്തിലേക്ക് പോകും. അത് സദൃശവാക്യം 16:24 വേറൊരു നല്ല വാക്യമാണ്. 16:24 നമ്മളതിൽ എടുത്തുകൊണ്ട് അതങ്ങ് വായിക്കാതെ എന്താ പറയുന്നത്? ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ എന്നൊക്കെ പ്ലസന്റ് വേർഡ്സിനെ കുറിച്ച് പറയുന്നത്. ഇത് 24:16 നീതിമാന്റെ വീഴ്ചയെ കുറിച്ച് പറയുന്നത്. 7 തവണ വീണാലും എഴുന്നേറ്റ് നമ്മൾ ക്ഷമയോടെ ഫലം കായ്ക്കാൻ ഒക്കും. നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. പൗലോസിന്റെ ജീവിതത്തിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പുസ്തകങ്ങളിലൊക്കെ പൗലോസ് തിമോത്തി ചെന്ന് പരിച്ഛേദന ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള പൗലോസ്, പിന്നെ ആ മഹാപുരോഹിതനിടയ്ക്ക് കോപിച്ചു പോകുന്ന കാര്യമൊക്കെ, പിന്നെ ക്ഷമയോദിക്കുന്ന കാര്യമൊക്കെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തികളിൽ 22-23 അധ്യായങ്ങളിലും അതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസിന്റെ ജീവിതത്തിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പൗലോസ് അയ്യോ ഞാൻ വീണുപോയി എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കരഞ്ഞില്ല. പൗലോസ് ദൈവഭാഗം കരഞ്ഞു കാണും, പക്ഷെ മനസ്സാന്തരപ്പെട്ട് പിന്നെ എഴുന്നേറ്റ് ഓടി കർത്താവിനോട് എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു വന്നേ? അപ്പൊ ആ പ്രാകാരത്തിന്റെ തലത്തില്, ഇതിപ്പം വിശുദ്ധ സ്ഥലമാണ് നമ്മളിപ്പോ ഈ കാണുന്നേ, പ്രാകാരത്തിന്റെ തലത്തില് എത്തുന്ന, അതായത് അവിശ്വാസികളുണ്ട്, വിശ്വാസികളുണ്ട്. അവിശ്വാസികൾ എന്ന് പറയുമ്പോൾ അവരില് എന്തവസ്ഥകളെ ഉള്ളൂ എന്ന് പറഞ്ഞാല്, ഈ വഴിയരികിൽ വീഴുന്നതും പാറപ്പുറത്ത് വീഴുന്നതും മുള്ളിനടിയിൽ വീഴുന്നതുമായിട്ടുള്ള അവസ്ഥകൾ മാത്രമേ ഉള്ളൂ. അതാണ് അവിശ്വാസികൾ. വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ഈ 30 മേനി 60 മേനി 100 മേനിയുണ്ട്. 100 മേനിയാണ് കാന്തയായി തീരുന്നത്. 30 മേനി 60 മേനി ഇപ്പൊ നമ്മൾ വായിച്ചതുപോലെ ക്ഷണിക്കപ്പെട്ടവരുടെ അവസ്ഥയിലുള്ള ഒരവസ്ഥ. അവർ സ്വർഗത്തിലുണ്ട്, എന്നാൽ അവരുടെ കാന്തയുടെ ഭാഗമായിട്ട് അങ്ങ് തീർന്നില്ല. കാന്തയാണ് മണവാളം പോകുന്നിടത്തൊക്കെയും പോകുന്നവരായി തീരുന്നത്. അപ്പം ഈ 30 മേനിയുടെ കാര്യം പറയുമ്പോൾ അവരുടെ ജീവിതത്തില് ബാക്കിയുള്ള 70% എന്തവസ്ഥയൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന വഴിയരികെ വീണതും
പാറപ്പുറത്ത് വീണതും മുള്ളിനിടയിൽ വീണതുമായിട്ടുള്ള അവസ്ഥ അവരുടെ ജീവിതത്തിൽ 70% മേഖലകളും അവർ തന്നെ ജീവിക്കുവാണ്. പിന്നെ അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ അവര് ഇമോഷൻസിന്റെ തലത്തിൽ മാത്രമേ ഒന്ന് സ്റ്റേർഡപ്പ് ആയിട്ടുള്ളൂ. ബാക്കി ആഴത്തിൽ വചനം ധ്യാനിക്കുകയോ മനസ്സിലാക്കുകയോ ഒന്നും അവർക്ക് കുറച്ച് കാര്യങ്ങൾ കത്തി. മറ്റേ യുനോ ഈ പ്രാകാരത്തിൽ പോലും ബോഡിയുടെ തലത്തിൽ മാത്രം ഈ വചനം കേട്ട് വഴിയരികി വീണ വിത്തിന്റെ അവസ്ഥയെക്കാട്ടിലും ഭേദമാണ്. അവര് കുറച്ചുകൂടെ ഒരു റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, സന്തോഷത്തോടെ അവർ വചനം ഏറ്റെടുക്കുന്നു, ഇമോഷൻസ് സ്റ്റാർട്ടപ്പ് ആവുന്നു. എന്നാൽ അവിടത്തെ കൊണ്ട് കാര്യങ്ങൾ അങ്ങ് നിൽക്കുന്നു. എന്നാൽ അപ്പൊ അതാണ് പാറപ്പുറത്ത് വീണവരുടെ കാര്യം പറയുവാണെങ്കിൽ, അതെന്നുവെച്ചാൽ സന്തോഷത്തോടെ വചനം കേൾക്കുന്നു, അവിടെ തന്നെ നിൽക്കുന്നു. അത് പാറപ്പുറത്ത് വീണവരുടെ കാര്യം പറയുവാണെങ്കിൽ, വഴിയരികി വീണവരുടെ കാര്യം നമ്മൾ കണ്ടു. അത് ഇമോഷൻസ് സ്റ്റേർഡ് പലപ്പോലും ആവുന്നില്ല. ആ ഒരു പ്രാകാരത്തിന്റെ തലത്തിൽ ബോഡിയിൽ ഇത് കേൾക്കുന്നു കാണുന്നു എന്നുള്ളതല്ലാതെ ഒന്നും ഉള്ളിലോട്ട് പോകുന്നില്ല. അതാ പ്രാകാരത്തിന്റെ അവസ്ഥ. ഇത് വിശുദ്ധ സ്ഥലത്തിൽ ഇമോഷൻസിൽ മാത്രം ടെസ്റ്റ് ആവുന്നു. പിന്നെ തോട്ട്സിലേക്കും കൂടെ ടെസ്റ്റ് ആവുന്നു. മുള്ളിനരികിൽ വീഴുന്നവരുടെ അവസ്ഥയാണ് ഈ തോട്ട്സ്, മൈൻഡ്. അവർക്ക് വേരൊക്കെ ഉണ്ട്. മറ്റേവർക്ക് വേരില്ലായിരുന്നു, പക്ഷെ ഇവർക്ക് വേരൊക്കെ ഉണ്ട്. പക്ഷേ ഫലം അങ്ങ് പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് മുമ്പ് മുള്ളു കൊണ്ടങ്ങ് ഞെരിച്ചു കളയുക. അതുകൊണ്ട് ഫലം കായ്ക്കുന്നില്ല. ലൂക്കോസ് 8-ാം അധ്യായത്തിന് നമ്മളത് വായിക്കുന്നുണ്ട്. അങ്ങ് ദേ ഡസ് നോട്ട് ബ്രിങ് ഫ്രൂട്ട് മെച്യൂരിറ്റി എന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ അവര് ആഴത്തിൽ ബൈബിള് പഠനങ്ങൾ നടക്കുന്നു. അവര് ബൈബിള് ഭയങ്കര മറ്റേര് ജസ്റ്റ് ഇമോഷണൽ, ഈ ഒരു നമ്മൾ ഇന്ന് ക്രിസ്ത്യ ലോകത്ത് കാണുവാണെങ്കിൽ ഇമോഷണൽ ആ ഒരു ഇതിന് പ്രാധാന്യം നൽകുന്ന പെന്റിക്കോസ്റ്റൽ കരിസ്മാറ്റിക് സർക്കിളിലൊക്കെ ചാടുന്നതുള്ളൂ. ഇമോഷണൽ ആയിട്ട് അവർ ആരാധിക്കുന്നു എന്ന് നമ്മൾ ഇൻവെർട്ടഡ് കമ്മിലിട്ടാ പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇമോഷൻസ് സ്റ്റാർട്ടപ്പ് ആവുന്നു. പിന്നെ കുറച്ചുകൂടെ ബൈബിൾ പഠനം, തല കീറി മുറിച്ച് അവര് ഇന്റലക്ച്വൽ ലെവലിൽ ഇതെല്ലാം ഡിസെക്ട് ചെയ്തൊക്കെ പഠിക്കുന്ന ഒരു ബ്രദറൻ ബാപ്റ്റിസ്റ്റ്, കാൽവിനിസ്റ്റിക്, അങ്ങനെയൊക്കെയുള്ള റിഫോംഡ് പ്രൊട്ടസ്റ്റൻസും അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു കൂട്ടങ്ങളൊക്കെ അവരുടെ വചനം അതുപോലെ അങ്ങനെയൊക്കെയുള്ള ലോക്കൽ ചേർച്ച് അങ്ങനെയൊക്കെയുള്ള ആ ഒരു കൂട്ടങ്ങൾ അവര് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു യഥാർത്ഥത്തിലുള്ള എക്സ്പീരിയൻസിന്റെ കാര്യം അവർ അത്ര ഊന്നലോ ഒന്നും അനുഭവമൊന്നും നൽകാതെ തോട്ട് തലത്തിൽ അവര് ഒത്തിരി കാര്യങ്ങള് ഭയങ്കര ബൈബിൾ സ്റ്റഡീസ് അത് പഠിക്കുന്നു. ആ പഠനം ഈ പഠനം അങ്ങനെ അവര് തോട്ട് തലത്തില് നല്ല വേരൊക്കെ ഉണ്ട്. പക്ഷെ ഫ്രൂട്ടിന്റെ കാര്യം വരുമ്പോ എന്ന് പറഞ്ഞാല് അവരുടെ ജീവിതത്തില് അവര് 60 മേനി ഫലം കായ്ക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ 30 മേനി 60 മേനി എന്ന് പറഞ്ഞാല് 60 മേനി ഫലം കായ്ക്കുന്നവരെന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ ജീവിതത്തിൽ 60% അവര് അവരുടെ ജീവിതത്തില് 60% കർത്താവിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. എന്നാൽ 40% അവര് തന്നെ ജീവിക്കുന്നത്. അപ്പൊ ആ ഒരു പൂർണ്ണ ആയിട്ടുള്ള ഒരു സമർപ്പണത്തിലേക്കില്ല. പല ഒരു അകലം വിട്ട് പിൻചെല്ലുന്നവനൊക്കെ ഉള്ള ഒരു അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ആ 60% കർത്താവ് നല്ല നിലത്തിന്റെ ഒരു അവസ്ഥയുണ്ട്. എന്നാൽ 40%-ലും എന്തൊക്കെയുള്ള അവസ്ഥയുള്ളേ? ഈ വഴിയരികി വീണ അവസ്ഥയും പാറപ്പുറത്തെ അവസ്ഥയും മുള്ളിനിടയിൽ വീണ അവസ്ഥയൊക്കെ അവരുടെ ജീവിതത്തിൽ 40%-ന്റെ അവസ്ഥ. അപ്പൊ അത് നമ്മള് ലൂക്കോസ് 8-ന്റെ വാക്യത്തിൽ അത് ഡസ് നോട്ട് ബ്രിങ് ഫ്രൂട്ട് മെച്യൂരിറ്റി എന്ന് വായിക്കുന്നത്. ഞാനത് മലയാളത്തിൽ കൂടെ വായിച്ചോട്ടെ. മുള്ളിനിടയിൽ വീണതോ, ലൂക്കോസ് 8-14 മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും, അതായത് നമ്മൾ എപ്പോഴും പറയുന്ന ആ ഒരു ലസ്റ്റ് ഓഫ് ദ ഐസ്, പ്രൈഡ് ഓഫ് ലൈഫ്, ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്. ചിന്തകൾ എന്ന് പറയുമ്പോൾ ആ ഒരു ഓണർ സീക്കിംഗ്, പ്രൈഡ് ഓഫ് ലൈഫിനെ കുറിക്കുന്ന കാര്യങ്ങൾ, ആകുല ചിന്തകളെ കുറിക്കുന്ന കാര്യങ്ങൾ, വറീസ് എന്ന ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. വറീസ്, ആകുല ചിന്തകൾ എന്ന് പറഞ്ഞാൽ അവര് ആ ഒരു സ്വയം ആ ഒരു ഈഗോ, സ്വയം ഓണർ സീക്കിംഗ്, അത് വരുമ്പോൾ ചിന്തകള്, ആകുല ചിന്തകള്. പിന്നെ ധനം, അത് ലസ്റ്റ് ഓഫ് ദ ഐസ്, കാണുന്നതെല്ലാം വേണം, പണം. പിന്നെ സംസാരഭോഗങ്ങള്, പ്ലഷേഴ്സ് ഓഫ് ലസ്റ്റ് ഓഫ് ദ ഐസ്, ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, അതാണ് പ്ലഷേഴ്സ്, സംസാരഭോഗങ്ങള്, ജഡിക സുഖങ്ങള്. അതെല്ലാം ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രയും. ഡസ് നോട്ട് ബ്രിങ് നോ ഫ്രൂട്ട് മെച്യൂരിറ്റി, ഒരു പൂർണ്ണ ഫലം കൊടുക്കാത്തൊരവസ്ഥ. അപ്പം ഇമോഷൻസ് സ്റ്റേർഡപ്പ് ആവുന്നു, നല്ല കാര്യം അവിടെ. പക്ഷെ എന്നാൽ അവിടെ തന്നെ നിൽക്കരുത്. തോട്ട്സിൽ നമ്മൾ ഇൻസ്ട്രക്റ്റഡ് ആവും. നമ്മൾ ദൈവവചനം, നമ്മളും ബൈബിൾ പഠനവും കാര്യങ്ങളും എല്ലാം നമ്മളും ചെയ്യണം. അത് നമ്മൾ വചനം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് റെഫറൻസ്, അതായത് എല്ലാം നല്ല കാര്യങ്ങൾ തന്നെ. തീർച്ചയായിട്ടും നമ്മൾ അതെല്ലാം എംഫസൈസ് ചെയ്യുന്നു. എന്നാൽ അവിടം കൊണ്ട് നിൽക്കുന്നില്ല. ഇവിടം കൊണ്ട് എങ്ങോട്ട് പോകണം എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇവിടാണ് ഒരു വില്ലുള്ളത്, വിൽ പവർ. അത് ആ വിൽ പവറിൽ നമുക്കൊരു ചോയ്സ് ഉണ്ട്. അവിടെ ഒന്നുകിൽ
നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്നതാണ് ആ തൊട്ട് ഈ വിൽ പവറിന്റെ തൊട്ട് മുമ്പിൽ ഒരു തിരശീല, ഒരു ജഡമാകുന്ന തിരശീല നമ്മളിപ്പോഴും പറയുന്ന സംഭവം ഉള്ളത്. ആ സുവർണ അൾത്താരയ്ക്ക് മുമ്പിൽ ഒരു ജഡമാകുന്ന തിരശീല ഉള്ളതായിട്ട് നമ്മൾ പുറപ്പാട് 30:6 വായിക്കുന്ന യുനോ ആ തിരശീലയോട് ചേർന്നാണ് ഈ സുവർണ്ണ അൾത്താര വെക്കേണ്ടതെന്നൊക്കെ നമ്മളവിടെ പുറപ്പാട് 30:6 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ചോയ്സിൽ ഒന്നുകിൽ നമ്മൾക്ക് ചോയ്സ് ഉണ്ട്, നമുക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്, വിൽ പവർ ഉണ്ട്, നമ്മുടെ ഇമോഷൻസ് സ്റ്റേർഡപ്പ് ആവുന്നു, നല്ലത് തന്നെ. നമ്മളിപ്പം കർത്താവിനോടുള്ള ഒരു സ്നേഹവും കാര്യങ്ങൾ, ഒരു വികാരത്തിന് ഇപ്പം വചനം കേൾക്കുമ്പോൾ ഒരു വികാരങ്ങൾ ഉണർത്തപ്പെടുന്നു, പാട്ട് നമ്മൾ പാടുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഒരു വികാരങ്ങൾ ഉണർത്തപ്പെടുന്നു, നല്ല കാര്യം തന്നെ. തോട്ട്സ്, നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നു, കാര്യങ്ങൾ ബൈബിളിൽ ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എത്ര നന്നായിട്ടുണ്ട്, ദൈവത്തിന്റെ വചനം എത്ര അപാരമാണ്, ഇത്ര വലിയ ജ്ഞാനം ദൈവത്തിന്റെ വചനത്തിലുണ്ടല്ലോ, എല്ലാം നല്ലത് തന്നെ. എന്നാൽ അവിടെയും കൊണ്ട് നിൽക്കരുത്. പിന്നെ എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചാൽ, കർത്താവേ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എന്നതിന് ജീവനുള്ള യാഗമായിട്ട് അങ്ങ് സമർപ്പിക്കുന്നു. അവിടെ സമർപ്പിക്കുന്നിടത്താണ് ഈ ജഡമാകുന്ന തിരശ്ശീല ചീന്തി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയി കാന്തയായിട്ട് കർത്താവിനോട് ഒന്നായി ചേരുന്നത്. അപ്പൊ ഇവിടെ നമ്മളുടെ സമർപ്പണം വരാതെ ഈ വിൽ പവറിലെ ആ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയിൽ അവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം, ഞാൻ ഇമോഷണലി എക്സൈറ്റഡ് ആണ്, നമ്മുടെ മൈൻഡിൽ കാര്യങ്ങളെല്ലാം നമുക്ക് വചനജ്ഞാനമുണ്ട്, എന്നാൽ അതിൽ തന്നെ ഞാൻ അങ്ങ് മതിമറന്നിരിക്കുവാണെങ്കിൽ ഈ ദേഹിയിലുള്ള ജ്ഞാനം, അറിവ് ചീർപ്പിക്കുന്നു. നമ്മൾ കൂടുതൽ അഹങ്കാരം, എനിക്ക് ഇന്നയാളെക്കാട്ടി നന്നായിട്ട് ബൈബിൾ അറിയാം, എനിക്ക് ഇന്നയാളെക്കാട്ടി നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാം, എനിക്ക് ഇന്നയാളെക്കാട്ടി നന്നായിട്ട് പാട്ട് പാടാൻ അറിയാം, എനിക്ക് ഇന്നയാളെക്കാട്ടി നന്നായിട്ട് ഈ കാര്യം കീബോർഡ് വായിക്കാൻ അറിയാം, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് കാര്യങ്ങൾ ചെയ്യാൻ അറിയാം, ഇത്ര പേരെ ഞാൻ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, ഇത്ര പേർക്ക് ഞാൻ ട്രാക്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ ദൈവവചനം ഇത്ര തവണ ഞാൻ വായിച്ചു തീർത്തു, അല്ലെങ്കിൽ ഞാൻ ഇത്ര പേരോട് സുവിശേഷം പറഞ്ഞു, ഇത്ര പേരെ ഞാൻ കർത്താവിലേക്ക് കൊണ്ടുവന്നു, ഇത്ര ഞാൻ ദൈവത്തിന് വേണ്ടി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതെല്ലാം എന്താ പറയുക, ഇതെല്ലാം നമ്മളങ്ങ് ചീർപ്പിച്ച് നമ്മളങ്ങ് അതൊരു ജഡികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ, ഒരു ദേഹീപരമായിട്ടുള്ള ക്രിസ്ത്യാനി. ചില ആത്മീയ ശുശ്രൂഷയെ കുറിച്ച്, ആത്മീയം എന്നുള്ളത് ഇന്നോട്ട് പോകുമ്പോൾ ആത്മീയ ശുശ്രൂഷയെ കുറിച്ചൊക്കെ ഉള്ളൊരു നമ്മൾ തന്നെ ഒരു സ്വയം പുകഴ്ചയും കാര്യങ്ങളൊക്കെ. എന്നാൽ നമ്മള് ലോകക്കാരൊക്കെ പോലെ അങ്ങനെ പിടിച്ചു പറിക്കാനോ പണത്തിന് വേണ്ടി അടിയിടാനോ അല്ലെങ്കിൽ ജഡിക സുഖങ്ങൾക്ക് പിന്നാലെ അങ്ങനെ ഒരു ലോകക്കാരെ പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വളരെ ക്ലീൻ ടെസ്റ്റിമണിയെ പുറമെ നല്ല വിശുദ്ധനായ സഹോദരൻ സഹോദരി, ബൈബിൾ ജ്ഞാനമുണ്ട്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മാർത്തയെ പോലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു, എന്നാൽ മറിയത്തെ പോലെ കർത്താവിന്റെ കാൽക്കൽ ചെന്ന് അതിവിശുദ്ധ സ്ഥലത്ത് ചെന്നങ്ങ് ഇരിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ. അപ്പൊ അത് 60 മേനി ഫലം കായ്ക്കുന്ന, 30 മേനി ആയിരിക്കുമ്പോഴും 60 മേനി ആയിരിക്കുമ്പോഴും ഒക്കെ ബാക്കി 70% അല്ലെങ്കിൽ ബാക്കി 40% ഒക്കെ നമുക്ക് ഈ പറഞ്ഞ ചീത്ത നിലങ്ങളുടെ അവസ്ഥ ഉണ്ടാകാം. അതായത് വഴിയരികെ വീണതോ, പാറപ്പുറത്ത് വീണതോ, മുള്ളിനിടയിൽ വീണതൊക്കെ അവസ്ഥ ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥ. അത് പലരുടെ ജീവിതത്തിൽ പല പെർമിറ്റേഷൻ കോമ്പിനേഷൻ ആയിരിക്കും. എന്നാ ഇതൊന്നും അല്ല കർത്താവേ, എനിക്ക് ഇമോഷണലി ഞാൻ സ്റ്റേർഡപ്പ് ആണ്, അതായത് വൈകാരികമായിട്ട് കർത്താവിനോടുള്ള ഒരു ആവേശവും അതെല്ലാം ഉണ്ട്, എനിക്ക് ബൈബിള് കാര്യങ്ങൾ എന്താ പറയുന്നതെന്നെല്ലാം മനസ്സിലായി. എന്നാ ഞാൻ അവിടെ കൊണ്ട് നിൽക്കുന്നില്ല കർത്താവേ, ഞാൻ എന്നെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടെ എന്റെ ആ ചോയ്സ്, അവിടെ ആ വിൽ പവർ, വിൽ അല്ലെങ്കിൽ നമ്മളുടെ ഇച്ഛ അല്ലെങ്കിൽ ഇച്ഛാശക്തി എന്നുള്ള വാക്ക് എന്തോ ഒരു സ്വയത്തിന്റെ ഇച്ഛാശക്തി എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കും കൂടാ. പക്ഷെ ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്, ആ ഒരു ന്യൂട്രൽ ഡെസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി. അതിൽ തന്നെ അതൊരു തിന്മയോ നന്മയോ അല്ലാത്ത നമുക്കൊരു ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ട്, ഒരു ഫ്രീ വിൽ അല്ലെങ്കിൽ വിൽ പവർ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ്. അവിടെ നമുക്ക് ഒന്നുകിൽ നമ്മുടെ ഈ ജഡമാകുന്ന തിരശീല, അതിന് തൊട്ട് മുമ്പിടാം, ജഡമാകുന്ന തിരശീലയുടെ പ്രചോദനം അനുസരിക്കാന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ദൈവവചനമാകുന്ന വാള് ഈ തിരശീല ചീന്താനായിട്ട് പരിശുദ്ധാത്മാവിന്റെ ജ്വാലയോടെ അതിങ്ങനെ ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാനായിട്ട് കെരൂബുകൾ നിൽക്കുന്നതാണ് നമ്മളവിടെ ഉൽപ്പത്തി 3:24 വായിക്കുന്നത്. നമ്മളിപ്പം പുറപ്പാട് പുസ്തകത്തിൽ തന്നെ ഈ തിരശീല, ഈ ജഡമാകുന്ന തിരശീല എന്നൊക്കെ പറയുന്ന ജഡമാകുന്ന തിരശീല നമ്മൾ എബ്രായർ 10:19-20 വാക്യങ്ങള്, അതില് കർത്താവിന്റെ ശരീരമാകുന്ന തിരശീല ദേഹമാകുന്ന തിരശീല എന്നാണ് സത്യവേദ പുസ്തകത്തിൽ തെറ്റായിട്ട് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ശരിയായിട്ടുള്ള പരിഭാഷ ജഡമാകുന്ന തിരശീല, സാക്സ് എന്നാണ് ഗ്രീക്കിലുള്ള വാക്കുള്ളത്. അപ്പം അവിടെ ആ തിരശീലയില് എന്ത് ചിത്രം പതിക്കണമെന്നാണ് നമ്മള് പുറപ്പാട് പുസ്തകം 26 നമ്മൾ വായിക്കുന്നത്. അവിടെ കെരൂബുകളുടെ ചിത്രം പതിക്കണമെന്നാണ് നമ്മള്. അത് എത്ര ദൈവജനത്തിന്റെ ആ ഒരു ആക്യുറസി കാണുമ്പോൾ ഞാൻ
എപ്പോഴോ ദൈവമേ, അവിടുത്തെ വചനം എത്ര കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ആ സിംബോളിസംസ്, അതിന്റെ അതിന്റെ ആ സിംബോളിസംസ് എന്ന് പറയുമ്പോൾ പ്രതീകാത്മകത, അടയാളങ്ങളൊക്കെ എത്ര നന്നായിട്ട് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് എഴുതി വെച്ചിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ പുറപ്പാട് ദിവസം 26-30-31 എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാല്, അതിന് 33 ഇത് പാർട്ടീഷൻ ആയിരിക്കണം എന്ന് വായിക്കുന്നുണ്ട്. ഈ തിരശ്ശീല ആദ്യം ഞാൻ 33 വായിക്കാം. പുറപ്പാട് 26-33 കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം തിരശ്ശീലയ്ക്ക് അകത്ത് കൊണ്ടുചെന്ന് വെക്കണം. അത് കഴിഞ്ഞിട്ട് പറയുക, തിരശ്ശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം. അതാ ആത്മാവും ദേഹിയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ജഡമാകുന്ന ഈ തിരശ്ശീല. അതാണ് നമ്മൾ പുറപ്പാട് 26-33 കണ്ടേ. അതിന്റെ തൊട്ട് മുമ്പേ 31-ാമത്തെ വാക്യത്തില് ഈ തിരശ്ശീലയെ കുറിച്ച് വായിക്കുക. തിരശ്ശീല വെറും എന്തോ ഒരു ഫൈൻ ആയിട്ടുള്ള എന്തോ ഒരു നേർത്ത തുണിയൊന്നുമല്ല, മറിച്ച് കട്ടിയുള്ള തിരശ്ശീല. എന്ന് വെച്ചാൽ നമ്മുടെ ജഡ അത്ര കട്ടിയുള്ളതാണ്, ഒരു നന്മയില്ലാത്ത ജഡം എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ ആ ഒരു പാപജഡത്തിന്റെ സാദൃശ്യത്തില്, ലൈക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലഷിലാണ് കർത്താവ് വന്നിരിക്കുന്നത്. കർത്താവിന്റെ ജഡത്തിൽ പാപമില്ലായിരുന്നു, എന്നാൽ കർത്താവിന് ഒരു ജഡം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ജഡം എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടം. ആ സ്വന്തം ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടം അത്രയെന്ന് യോഹന്നാൻ 6:38 പറയുമ്പോൾ, യോഹന്നാൻ 5:30 പറയുമ്പോൾ, എന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടം തന്നെ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? കർത്താവിന്റെ ഇഷ്ടമുണ്ട്, എന്നാൽ അത് ചെയ്യാനല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നിരിക്കുന്നത് എന്നാ യോഹന്നാൻ 6:38 5:30 കർത്താവ് പറയുന്നത്. ഗെത്സമനെ തോട്ടത്തിൽ കർത്താവ് രക്തം വിയർപ്പ് രക്തമാക്കി കർത്താവ് കരയുമ്പോഴും എന്താ നിലവിളിച്ച്? എന്റെ ഇഷ്ടമല്ല പിതാവി, അവിടുത്തെ ഇഷ്ടമെന്നാണ് മത്തായി 26:39 നോട്ട് മൈ വിൽ ബട്ട് യോർ വിൽ ഓഫ് ഫാദർ എന്നാണ് കർത്താവ് നിലവിളിച്ചത്. അപ്പൊ കർത്താവിന് എന്തുണ്ട്? സ്വന്തമായിട്ടൊരു ഇഷ്ടമുണ്ട്. താനൊരു മനുഷ്യനായിട്ട് ഈ ഭൂമി വന്നപ്പോൾ മുതൽ കർത്താവിന് സ്വന്തമായിട്ടൊരു ഇഷ്ടമുണ്ട്. എന്നാൽ കർത്താവ് ആ സ്വന്തം ഇഷ്ടത്തെ അങ്ങ് മരിപ്പിച്ച് കർത്താവിന് ഇഷ്ടം ചെയ്തു. ഇങ്ങനെ നമ്മൾ കാന്തയായിട്ട് തീരുന്നെന്നുള്ള കാര്യം പറയുന്നത്. അതായത് നമ്മൾ 30 മേനിയും 60 മേനിയും കൊണ്ടിരിക്കാതെ, 30 മേനി എന്ന് പറയുമ്പോൾ 70% ചീത്ത നിലവാണ്, 60 മേനി എന്ന് പറയുമ്പോൾ 40% ചീത്ത നിലവ്. എന്നാൽ ഈ ചീത്ത നിലത്തിന്റെ അവസ്ഥയിലേക്ക്, അതായത് ഈ വികാരങ്ങളിൽ നമ്മൾ സ്റ്റേർഡപ്പ് ആയതൊന്നും നല്ലത്, തോട്ട്സിൽ ഇൻസ്ട്രക്റ്റഡ് ആകുന്നതും നല്ലത്. എന്നാ അതൊന്നും വേണ്ടെന്നല്ല, അതെല്ലാം വേണം. എന്നാ അത് എന്തിലേക്ക് നയിക്കണമെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇച്ഛയില്, ഇച്ഛയില്, വില്ലില്, നമ്മുടെ ചോയ്സില് അവിടെ നമ്മെ തന്നെ താഴ്ത്തി ദൈവമുമ്പാകെ സമർപ്പിക്കുന്നതിലേക്ക് നയിക്കണം. അത് അവിടെ ദൈവമുമ്പാകെയുള്ള ആ ഒരു സമർപ്പണമാണ് മാനസാന്തരം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ എന്റെ ആ ജഡത്തിൽ നിന്ന് തിരിച്ച്, ലോകം എന്ന് പറഞ്ഞാല് ലോകം, ജഡം, പിശാച്, ലോകത്തിലുള്ളത് ഈ എന്താ കൺമോഹൻ ജഡമോഹൻ ജീവിതത്തിന്റെ പ്രതാപം. ലോകത്തിൽ നിന്ന് തിരിഞ്ഞെന്ന് പറയുമ്പോൾ ജഡത്തിൽ ലോകത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലസ്റ്റുകളാണ് ഉള്ളത്. അപ്പം ലോകത്തിൽ നിന്ന് തിരിഞ്ഞെന്ന് പറയുമ്പോൾ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിൽ നിന്ന് തിരിഞ്ഞ് ഞാൻ ദൈവത്തിനായിട്ട് എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നതായി മനസാന്തരം എന്ന് പറഞ്ഞാൽ. മനസാന്തരം, റിപ്പൻഡൻസ്. അപ്പൊ അവിടെ ആ വില്ലില്, അവിടെ ചോയ്സില് നമുക്ക് ഒന്നുകിൽ നമ്മളുടെ ജഡത്തിനനുസരിച്ച് നമ്മളെ തന്നെ ഉയർത്താനും, നമ്മളെ കുറിച്ച് തന്നെ നികള ചിന്തകളിലേക്ക് ഞാൻ എത്ര നല്ലവൻ, എത്ര നല്ലവൻ ഞാൻ, എന്നെ യേശുനായകൻ നമ്മൾ പാട്ട് പാടുന്ന ഞാൻ തന്നെ എത്ര നല്ലവൻ എന്നായിരിക്കും നമ്മൾ ഉള്ളിൽ പാടുന്നത്. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു സ്വയം പ്രശംസയും, SP എന്ന് പറയാം, സ്വയം പൊങ്ങച്ചം, ഞാൻ എത്ര നമ്മുടെ ഞാനേ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്വയം സഹതാപം. അയ്യോ, എന്നെ അവരെ വിളിച്ചില്ല, എന്നെ അവർ മാനിച്ചില്ല, എന്റെ പേര് പറഞ്ഞില്ല, എന്നെ എല്ലാവരും മറന്നുപോയി, എനിക്ക് വേണ്ട ഒരു സ്ഥാനം തന്നില്ല, എന്നെ അവരങ്ങ് കരുതിയില്ല. അപ്പൊ ഒരു സ്വയ സഹതാപം. അയ്യോ പാവം, ഞാൻ ഇത്ര വലിയ ആത്മീയനായിട്ട് എന്നെ ആരും ഒന്നും കൺസിഡർ ചെയ്യുന്നില്ലല്ലോ, എന്നെ അവരങ്ങ് എനിക്ക് വേണ്ടുന്ന വില തന്നില്ലല്ലോ. അപ്പൊ ആ ഒരു അമ്പട ഞാനേ ആയാലും അയ്യോ പാവം ഞാനേ ആയാലും എല്ലാം ഞാൻ തന്നെ. അപ്പൊ അത് ജഡത്തിന്റെ ചോദനകൾക്ക് അനുസരിച്ചാണ്, ആ ജഡത്തിന്റെ ചോദനയ്ക്കാണ് ഞാൻ എന്റെ ആ ഇച്ഛയില് ഞാൻ ജഡത്തിന്റെ ചോദനകൾക്ക്, ജഡത്തിന്റെ പ്രേരണകൾക്ക് കീഴടങ്ങുവാണെങ്കിൽ ഞാനൊരു ദേഹീപരമായിട്ടുള്ള അല്ലെങ്കിൽ ജഡികനായിട്ടുള്ള ഒരു ക്രിസ്ത്യാനിയായിട്ട് മാറും. എന്നാൽ ഞാൻ അവിടെ കർത്താവെ അവിടുത്തെ വചനത്തില് എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവ് തന്നെ പ്രസാദിപ്പിച്ചില്ല. റോമർ 5:15-3 കർത്താവെ അവിടുന്ന് എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവിടുന്ന് താഴ്ത്തി ഏൽപ്പിച്ചത്. അതുപോലെ എന്റെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോഴാണ് ആ വചനമാകുന്ന വാള് എന്റെ മേൽ വന്ന് പതിക്കുന്നത്. അപ്പൊ അത് ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല്, ഈ തിരശ്ശീല നല്ല കട്ടിയുള്ള തിരശ്ശീല. നമ്മൾ പുറപ്പാട് 26-31 നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, ധൂമ്രം എന്ന് പറഞ്ഞാൽ പേർപ്പിൾ, ബ്ലൂ, പേർപ്പിൾ, സ്കാർലറ്റ്. പേർപ്പിളും സ്കാർലറ്റും ഒക്കെയാണ്
ജഡികയായിട്ടുള്ള ബാബിലോൺ എന്ന വേശ്യയുടെ വസ്ത്രം പേർപ്പിളും സ്കാളറ്റും ഒക്കെയാണെന്ന് നമ്മളിവിടെ വെളിപാട് 18 വായിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അവൾ ഈ ജഡമാകുന്ന തിരശീലയാണ് അവളുടെ ആഭരണം. അത് പേർപ്പിൾ ആൻഡ് സ്കാളറ്റ് എന്ന് അത് കർത്താവിന്റെ മരണത്തെങ്കിൽ ആ തിരശീല ചീന്തപ്പെടുകയാണ് ചെയ്തത്. അപ്പം അതാ നമ്മള് മത്തായി 27:51 ദേവാലയത്തിലെ തിരശീല ദേവാലയത്തിലെ തിരശീല മുകളിൽ നിന്ന് താഴോട്ട്, എന്നുവെച്ചാൽ മനുഷ്യൻ താഴെ നിന്ന് മുകളിലോട്ട് കീറുമല്ല, മറിച്ച് ദൈവം മുകളിൽ നിന്ന് താഴോട്ട് കീറുന്ന ഒരു ടോപ്പ് ടു ബോട്ടം ദൈവത്തിന്റെ വചനം ആക്യുറേറ്റ് ആയിട്ടത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രം ടോപ്പ് ടു ബോട്ടം അതായത് ദൈവം തന്നെ മുകളിൽ നിന്ന് ആ തിരശീല അങ്ങ് കീറുന്ന ആ ഒരു കാര്യമാണ് നമ്മളവിടെ കർത്താവിന്റെ മരണത്തെങ്കിൽ നടന്നതായിട്ട് നമ്മൾ മത്തായി 27:51 വായിക്കുന്നത്. അപ്പം നീലനൂല്, ധൂമ്രനൂല്, അതായത് പേർപ്പിൾ നൂല്, ചുവപ്പ് നൂല്, സ്കാളറ്റ് നൂല്, അങ്ങനെ അത് പിരിച്ച പഞ്ഞിനൂല്, സ്കാളറ്റ് മെറ്റീരിയൽ ആൻഡ് ഫൈൻ ട്വിസ്റ്റഡ് ലിനൻ എന്നിവ കൊണ്ട് ഒരു തിരശീല ഉണ്ടാക്കണം. അങ്ങനെ കട്ടിയുള്ള ഒരു തിരശീല നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായിട്ടുള്ള, ഇതാ ഞാൻ പറയാൻ വന്നേ, നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായിട്ടുള്ള കെരൂബുകൾ ഉള്ളതായി അതിനെ ഉണ്ടാക്കണം. അപ്പൊ രണ്ടു വശത്തും എന്തുവാ കെരൂബുകള്. നമ്മൾ ഞാൻ വേറൊരു പിക്ചർ അത് നോക്കട്ടെ, വേറൊരു പിക്ചർ എന്റെ ഡെസ്ക്ടോപ്പിലുള്ള ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് നോക്കട്ടെ. അതിനകത്ത് ഈ കെരൂബുകൾ പതിച്ച ആ ഒരു തിരശീല ഇത് തന്നെ, ഇത് ഇവിടെ ഇത് കാണാനൊക്കെ ഉണ്ടല്ലോ. അതായത് ഈ തിരശീല ചീന്തപ്പെട്ട അവസ്ഥയിലുള്ള അവസ്ഥയെ കാണുന്നത്. അപ്പൊ ഇത് അതിവിശുദ്ധ സ്ഥലത്തുള്ള നിയമപെട്ടകവാ. ഇതിന്റെ മേഴ്സി സീറ്റ്, കൃപാസനം എന്നൊക്കെ പറഞ്ഞ് ആ വാക്ക് വേറെ ആൾക്കാരെ ഉപയോഗിച്ച് അങ്ങ് വേറെ രീതിയിലാക്കിയിട്ടുണ്ട് ക്രിസ്തീയ ലോകത്ത്. എന്നാൽ യഥാർത്ഥത്തിൽ കൃപാസനം മേഴ്സി സീറ്റ് ആയത് ഒരു റെക്ടാംഗുലർ ബോക്സ് ആയിട്ടുള്ള നിയമപ്പെട്ടകം, ആർക്ക് ഓഫ് ദ കവനന്റ് നിയമപ്പെട്ടകം ഇത്. അതിനകത്താണ് ന്യായപ്രമാണവും അഹരോന്റെ വടിയും ജാറില് മന്നയായിട്ട് ആ മന്നയാണ് തലമുറകളോളം ഫ്രഷ് ആയിട്ടിരുന്നതെന്നൊക്കെ നമ്മൾ പുറപ്പാട് 16 അവസാനത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പം ഈ തിരശ്ശീലയില് ഉള്ള ചിത്രപ്പണി കണ്ടില്ലേ, 2 കെരൂബുകളുടെ ചിത്രപ്പണി. ഈ കെരൂബുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്തിനാ സൂചിപ്പിക്കുന്നത്? നമ്മൾ ഉൽപ്പത്തി 3-ാം 24 വാക്യത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ അവിടെ ഈ കെരൂബിനെ നമുക്ക് കാണാനൊക്കെ. കെരൂബ് അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വഴി, അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വഴിയാണ് പുതുതും ജീവനുമായിട്ടുള്ള വഴി എന്നൊക്കെ നമ്മൾ എബ്രായർ 10-19-20 വാക്യങ്ങളിൽ വായിക്കുന്നത്. അപ്പൊ ഈ അതിവിശുദ്ധ സ്ഥലത്തിലേക്കുള്ള വഴി, അതിവിശുദ്ധ സ്ഥലത്തിന്റെ വേറൊരു പ്രതീകമാണ് ജീവന്റെ വൃക്ഷം. ആ കാര്യമാണ് നമ്മൾ പുറപ്പാട് 3:24 ഇങ്ങനെ വായിക്കുന്നത്. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു ജീവന്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള വഴി. അവിടെ ഒരു വഴിയുണ്ട്, ആ വഴിയാണ് യേശു പറഞ്ഞു ഞാൻ തന്നെ ആ വഴി എന്ന് പറഞ്ഞ് യോഹന്നാൻ 14:6. ആ വഴി ഇടുക്കവും ഞെരുക്കമുള്ള വഴിയാണെന്നാണ് കർത്താവ് മത്തായി 7:13-14 പറയുന്നത്. പിന്നെ അത് ജീവനുള്ള പുതുവഴിയാണെന്നാണ് നമ്മൾ എവിടെ വായിക്കുന്നത്? എബ്രായർ 10:19-20 വാക്യങ്ങളിൽ വായിക്കുന്നത്. അത് നീതിമാന്റെ പാതയാണ്, അത് നട്ടുച്ച സൂര്യന്റെ പ്രകാശത്തോളം ഇങ്ങനെ ശോഭിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് സദൃശവാക്യം 4:18 വായിക്കുന്നത്. അത് ശാശ്വത മാർഗമാണ്, വ്യസനത്തിലുള്ള മാർഗം എന്നെ കാണിച്ചു തരണമേ, ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്നാണ്. ആ ശാശ്വത മാർഗം എന്നാണ് സങ്കീർത്തനം 139 സങ്കീർത്തനത്തിന്റെ 24 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് പോക്കുവഴിയാണ്. പ്രലോഭനത്തിന്റെ സമയത്ത്, അത് പരീക്ഷയുടെ സമയത്ത് ഒരു പോക്കുവഴി ഒരുക്കുന്ന കർത്താവിനെ കുറിച്ച് നമ്മൾ 1 കൊരിന്ത്യർ 10:13 കർത്താവ് ഒരു വേ ഓഫ് എസ്കേപ്പ്, അത് ആ പോക്കുവഴി. ആ വേ ഓഫ് എസ്കേപ്പ് എങ്ങോട്ടാന്ന് വെച്ചാൽ കർത്താവിന്റെ സന്നിധിയിലേക്കുള്ള ഒരു വേ ഓഫ് എസ്കേപ്പ്. നമുക്ക് കഴിഞ്ഞ കൂടുതലൊന്നും ദൈവം പരീക്ഷ അനുവദിക്കത്തില്ല, അതോടുകൂടി ഒരു പോക്കുവഴി ഒരുക്കും. അതാണ് ആ വഴിയാണ് 1 കൊരിന്ത്യർ 10:13 നമ്മൾ വായിക്കുന്ന വേ ഓഫ് ഹംബ്ലിങ് അവർസെൽസ്. അപ്പൊ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കർത്താവിനേക്കുള്ള ഒരു വഴി. അപ്പൊ ആ വഴി ആണ് ഈ വഴി. അതാ നമ്മളിപ്പോ ഉൽപ്പത്തി 3:24 ജീവവൃക്ഷത്തെങ്കിലേക്കുള്ള വഴി കാക്കുവാനായിട്ട് ഇത് ആരാ നിൽക്കുന്നത്? 2 കെരൂബിനെ ഇവിടെ നമ്മൾ വായിക്കുന്നത്. അതാ നമ്മൾ വഴി കാക്കുവാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ, ഒരു കെരൂബല്ല, കെരൂബിം അല്ലെങ്കിൽ കെരൂബിം എന്ന് പറഞ്ഞാല് കെരൂബ് എന്നുള്ളത് സിംഗുലറും കെരൂബിം എന്നുള്ളത് പ്ലൂറലുമാണ്. ഇംഗ്ലീഷിലെ ചില പ്ലൂറലിനെ, സാധാരണ ഇംഗ്ലീഷിലെ പല പ്ലൂറലിനെ എസ് ഇടും. ഇപ്പം എന്താണ് പറയുന്നത്, ബോട്ടിൽസ് അല്ലെങ്കിൽ ഫ്ലാസ്ക് എസ് ഇടും. ചിലതിന് ഇതുപോലുള്ള പ്ലൂറലാണ്. നമ്മുടെ ഇംഗ്ലീഷ് പഠിക്കുന്ന പിള്ളേരോട് ചോദിച്ചാൽ അറിയാം. കെറൂബിന്റെ പ്ലൂറൽ കെറൂബിം,
അപ്പൊ അത് മലയാളത്തിൽ കറക്റ്റായിട്ട് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു കെരൂബല്ല അവിടെ നിൽക്കുന്നത്, കെരൂബുകളാ. അപ്പം നമ്മളെ ഈ പുറപ്പാട് 26:31 ചിന്തിക്കുമ്പോൾ അവിടെ കെരൂബുകൾ ഉള്ളതായി അതിനെ ഉണ്ടാക്കണം. അപ്പം 2 കെരൂബാണ് നമ്മൾ ഈ ചിത്രപ്പണിയിൽ കാണുന്നത്. അപ്പൊ ആ 2 കെരൂബുകൾ എന്തുമായിട്ട് നിൽക്കുന്നത്? കെരൂബുകൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായിട്ട്. അപ്പൊ ഈ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളാണ് ഈ തിരശ്ശീല ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്നത്. ഇന്ന് പൂച്ച എങ്ങനെ വീണാലും 4 കാലയിലെന്ന് സ്ത്രീകൾ എന്നോട് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ആ സന്ധ്യവട്ടിന് അവസാനം നെടുവാകുന്ന തിരശ്ശീല എന്നും പറഞ്ഞ് വരുമല്ലോ എന്ന് വളരെ ഇങ്ങനെ സന്തോഷത്തോടെ സ്ത്രീകൾ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് മൊബൈലിന്റെ സ്ക്രീന് 2ആയിട്ട് പൊട്ടിപ്പോയാലും പറയും, ഓ തിരശ്ശീല ചിന്തിയല്ലെന്ന് പറയും. ശരി, എല്ലാം ആ ഒരു അർത്ഥത്തിലാണ് നമ്മള് കാര്യങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാല് നമ്മളുടെ ഈ ദൈവവചനമാകുന്ന വാള ആണ് ഈ തിരശ്ശീല ചീന്തേണ്ടത്. തിരശ്ശീല ചീന്തേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് നമ്മൾ മുമ്പേ കണ്ടതുപോലെ എന്താ, നമ്മള് ഇമോഷൻസ് സ്റ്റേർഡപ്പ് ആവുന്നു. നമ്മൾ ആ ഒരു പിക്ചർ ഒന്നുകൂടെ ഒന്ന് എടുക്കാൻ ഒക്കുന്നു, ഞാൻ നോക്കട്ടെ. ആദ്യം കണ്ട ആ ഒരു ഹോളി പ്ലേസിലെ പിക്ചർ അതും കൂടെ കണ്ട് നമുക്കിങ്ങനെ നിർത്താം. ഓക്കെ ഒരു സെക്കൻഡ്. ഓക്കെ അപ്പൊ ഹോളി പ്ലേസിലെ പിക്ചർ എന്താ, ഇമോഷൻസ് സ്റ്റേർഡപ്പ് ആവുന്നു. നമ്മള് പ്രാകാരത്തിന്റെ തരത്തിലുള്ളവരെ പോലെ അല്ല, പ്രാകാരത്തിന്റെ തരത്തില് വഴിയരികെ വീണ് വെച്ചതുപോലെ അത് ഒരു ചെവി കൂടെ കേട്ടിട്ട് ആ ചെവി കൂടെ മറ്റേ ചെവി കൂടെ ഒക്കെ വിടുന്ന ഒരു അവസ്ഥയേ ഉള്ളൂ. ഒന്നും മനസ്സിലായിട്ടില്ല പ്രാകാരത്തിന്റെ അവസ്ഥ. എന്നാൽ വിശുദ്ധ സ്ഥലം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇമോഷൻസ് സ്റ്റേർഡപ്പ് ആവുന്നു. പ്രാകാരത്തിന്റെ അവസ്ഥ 30 മേനി, വിശുദ്ധ സ്ഥലത്തിന്റെ അവസ്ഥ 60 മേനി, അതിവിശുദ്ധ സ്ഥലത്തിന്റെ അവസ്ഥ 100 മേനി എന്നുള്ള രീതിയിൽ വേറൊരു ടാബുലാക്കോളമായിട്ട് ആ മീനിങ് ഓഫ് ദ ടാബർനാക്കിൾ എന്നുള്ള ആർട്ടിക്കിളിൽ അങ്ങനെ വരച്ചു വെച്ചിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ 30, 60, 100 മേനി എന്നുള്ളത് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ ചില സഹോദരങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം 30 മേനി, 60 മേനി, 100 മേനി ആയിട്ട് വിളയണേ എന്നൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വെളിച്ചം കിട്ടിയതിന് ശേഷം പ്രാർത്ഥിക്കത്തില്ല. ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്നത് അതായത് 100 മേനി മാത്രമേ വിളയിക്കാവുള്ള, ഈ 30 മേനി 60 മേനിയും വേണ്ട. എന്ന് വെച്ചാൽ ക്ഷണിക്കപ്പെട്ടവരുടെ അവസ്ഥയിൽ, കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരുടെ അവസ്ഥയിൽ എനിക്ക് ഇരിക്കേണ്ട, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവരും അതിൽ ഇരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും കൃത്യം 100 മേനി ഫലത്തിലേക്ക്, അവർക്കുള്ള വെളിച്ചത്തിൽ 100 മേനി ഫലത്തിലേക്ക് അവർ വരണം എന്നുള്ളത്. അപ്പം നമ്മള് പ്രാകാരത്തിൽ എന്ന് പറയുമ്പോൾ വഴിയരികെ വീണ് വെത്തതുപോലെ, വിശുദ്ധ സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെ 30 മേനി 60 മേനി ഉണ്ട്. പ്രാകാരം നിർമ്മം 30 മേനി വരുന്നുണ്ട്, വഴിയരികെ വീണവരിൽ 30 മേനി. വിശുദ്ധ സ്ഥലം എന്ന് പറയുമ്പോൾ 60 മേനി വരുന്നുണ്ട്. പിന്നെ 100 മേനി എന്ന് പറയുമ്പോൾ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മള് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മള് ഇമോഷൻസ് സ്റ്റാർട്ടപ്പ് ആവുന്നത് കൊണ്ടോ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കുന്നത് കൊണ്ടോ എല്ലാം വേണം. ഇമോഷൻസ് സ്റ്റാർട്ടപ്പ് ആകുന്നതും കാര്യങ്ങൾ ഗ്രഹിക്കുന്നതും എല്ലാം നല്ലത് തന്നെ, അതെല്ലാം തീർച്ചയായിട്ടും വേണം. എന്നാൽ അവിടെ കൊണ്ട് കാര്യങ്ങൾ അങ്ങ് അവസാനിക്കരുത്, മറിച്ച് നമ്മളെ തന്നെ ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ കേട്ട് മറക്കുന്നവരായിട്ടല്ല, വചനം ചെയ്യുന്നവരായിട്ടെന്ന് ആദ്യം ജോഷസ് പ്രാർത്ഥിച്ചതുപോലെ യാക്കോബ് 1-ന്റെ 20, 21 മുതലുള്ള വാക്യങ്ങൾ, നമ്മളത് 25 വരെയുള്ള വാക്യങ്ങളിലൊക്കെ ആ കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കുന്നു, പക്ഷെ അത് ചെയ്യാതിരിക്കുമ്പോൾ, അതങ്ങ് അനുസരണത്തിലേക്ക്, സമർപ്പണത്തിലേക്ക് വരാതിരിക്കുമ്പോൾ അതെന്താ, അതിവിശുദ്ധ സ്ഥലത്തേക്ക് അതൊരു പൂർണ്ണ ഫലപ്രാപ്തിയിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു കാര്യം. മറിച്ച് ഇമോഷൻസ് സ്റ്റേർഡപ്പ് ആവുന്നു, തോട്ട്സ് ഇൻസ്ട്രക്റ്റഡ് ആവുന്നു. അതായത് വികാരങ്ങളിൽ നമ്മൾ എക്സൈറ്റഡ് ആവും. നമ്മൾ വചനം ദൈവമേ ഈ വചനത്തിൽ ഇത് ഇപ്പം തന്നെ പുറപ്പാട് 26-ന്റെ 31, ഉൽപ്പത്തി 3-ന്റെ 24 കൂടെ കാണുമ്പോൾ അയ്യോ ദൈവമേ ഈ വചനം തന്നെ ആണല്ലോ ആ വചനത്തിൽ ഇത്ര കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് കാര്യങ്ങള് നമ്മൾ തോട്ട്സില്, മൈൻഡിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഒരു എക്സൈറ്റ്മെന്റ്, ഓ ദൈവത്തിന്റെ വചനം, ഓ എത്ര വലിയ വചനം കർത്താവേ എന്നുള്ളൊരു ഇമോഷണൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്നു. അത് നല്ല കാര്യം തന്നെ, പക്ഷെ അവിടെ നിൽക്കരുത്. മറിച്ച് കർത്താവേ ഞാൻ എന്നെ തന്നെ അങ്ങ് താഴ്ത്തുന്നു, കർത്താവേ അവിടുത്തെ മുമ്പാകെ എനിക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല, ഞാൻ മരിച്ചവനെ പോലെ, യോഹന്നാൻ അപ്പോസ്തലനെ പോലെ അവിടുത്തെ മുമ്പാകെ ഞാൻ വീഴുന്നു. ഇത്ര വലിയ ദൈവത്തെ ആരാധിക്കുവാൻ ഞാൻ എന്നെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നു. എനിക്ക് എന്റെ ഇഷ്ടമൊന്നും വേണ്ട കർത്താവേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്ന് ഞാൻ എന്നെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുമ്പോ എന്താ പറ്റുന്നേ, നമ്മുടെ എന്റെ സ്വന്തം എന്റെ ആ ഇച്ഛാശക്തിയിൽ അല്ലെങ്കിൽ ഇച്ഛയില് എന്റെ ആ ഇഷ്ടമാകുന്ന ആ ജഡത്തെ ഞാൻ ദൈവത്തിന്റെ വചനമാകുന്ന തിരശ്ശീലയ്ക്ക് വിധേയപ്പെടുത്തുക. അപ്പൊ അവിടെ ഒരു ക്രോസ് ഉണ്ട്. എന്റെ ജഡം ഒരു ഹൊറിസോണ്ടൽ പ്ലാങ്ക് അല്ലെങ്കിൽ ഒരു തിരശ്ചീനമായ ഒരു പലക മാതിരി, ലംബമായിട്ടുള്ള ഒരു പലകയായിട്ട് ദൈവത്തിന്റെ വചനം. അപ്പൊ അവിടെ ഒരു ക്രോസ് ഉണ്ട്. ആ ജഡമാകുന്ന തിരശ്ശീലയിലേക്ക് ഈ
വചനമാകുന്ന വാടൊന്ന് പതിക്കുമ്പോൾ അവിടെ ഞാൻ കുരിശിൽ ഞാൻ എന്റെ ജഡം മരിക്കുന്നു. അപ്പം പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയുന്നു. ഈ ജഡമാകുന്ന തിരശ്ശീലയില് വാളിന്റെ ജ്വാലയുമായി നിർത്തി നമ്മൾ 33:24 ഇപ്പം വായിച്ചേ. അപ്പൊ ആ വാളെന്ന് പറയുന്നത് ദൈവവചനവും ജ്വാല പരിശുദ്ധാത്മാവുമാണെന്ന് നമ്മൾ സാങ്ക്തികതനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ദൈവവചനമാകുന്ന വാള് എബ്രായർ 4:12, എഫേസ്യർ 6:16-17 വാക്യങ്ങളിൽ വചനത്തെ വാളിനോട് ഉപമിച്ചിട്ടുള്ള കാര്യം നമുക്കറിയാം. പിന്നെ ജ്വാല, അത് പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവിന് അഭിഷേകമുള്ള ആ വചനത്തിന് നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അതായത് കർത്താവിനെ നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ ആ ജഡം സ്വന്തം ഇഷ്ടത്തിലൊരു ചിന്തൽ വരികയാണ്. എന്നാൽ സ്വന്തം ഇഷ്ടത്തിൽ എത്ര മാത്രം ഈ ജഡമാകുന്ന തിരശ്ശീല ചിന്തപ്പെടുന്നു, അതിനനുസരിച്ച് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് ദൈവാത്മാവ് എന്റെ ഉള്ളിലെ എന്റെ ആത്മാവിലേക്ക് വന്ന് നിറഞ്ഞ് എന്റെ ആത്മാവിൽ നിന്ന് എന്റെ ദേഹത്തെയും കൺട്രോൾ ചെയ്യാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകേണ്ടതായിട്ടുള്ളത്. അങ്ങനെ ഒരു ജീവിതമാണ് കഥ. അതാണ് കാന്തയായിത്തീരുന്ന ജീവിതം. അവിടാണ് അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഞാൻ എന്റെ ജഡത്തെ സമർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, പട്ടപൂജ്യമായിട്ട് എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്റെ ആത്മാവിൽ നിന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ജഡഭാഗം തിരിച്ചിൽ എന്നെ ചിന്തിക്കൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ എന്റെ ആത്മാവിൽ നിന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കർത്താവുമായിട്ട് ഞാൻ ഒന്നായിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രേരണയില് ഞാൻ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഒക്കെ അങ്ങനെ കർത്താവിന് ഏറ്റവും പ്രസാദപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ അതാണ് ഒരു കാന്തയുടെ ജീവിതം. അങ്ങനെ ഉള്ളവരാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ വായിക്കുമ്പോൾ നമ്മളെ ആദ്യമോചന പുസ്തകത്തിൽ വായിച്ചതുപോലെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒക്കെ ക്ഷണിക്കപ്പെട്ടവര് കാന്ത, എല്ലാവരും കാന്തയാവും, ദൈവം കരുണാമയനല്ലേ എന്നൊക്കെ, ഇതൊക്കെ ഏതെങ്കിലും വല്ല മതഭ്രാന്തന്മാരുടെ ആശയമൊക്കെ ആയിരിക്കും ഇങ്ങനൊക്കെ പറഞ്ഞു വെക്കുന്നതെന്ന് ചിന്തിച്ചാ. അതുകൊണ്ട് യോഹന്നാനോട് ഈ വാക്യം കൊണ്ട് എഴുതി വെക്കാൻ പറയുന്നത്. എന്താ എഴുതി വെച്ചേക്കുന്നത്? ഗ്രാഫോ എന്ന് വെച്ചാൽ റൈറ്റ്, എഴുതുക. എന്താ എഴുതണ്ടേ? യോഹന്നാന്റെ അപ്പോസ്തലൻ 90-ലേറെ വയസ്സൊക്കെ ആയി, എഴുതി വെച്ചില്ലെങ്കിൽ മറന്നു പോകാനും കാണാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം ദൈവത്തിനും അറിയാം. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എഴുതി വെച്ചു. ഇതിന്റെ കൂടെ ഇങ്ങനെയും കൂടെ എഴുതി വെക്കണം, ഈ ക്ഷണിക്കപ്പെട്ടവരുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഗ്രാഫോ എഴുതുക, ഇത് ദൈവത്തിന് സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. ഇത് ദൈവത്തിന് സത്യവചനമാണ്. കാന്തയായിട്ട് തന്നെ ഒരുക്കിയവരും ഉണ്ട്, ഈ ക്ഷണിക്കപ്പെട്ടവരും ഉണ്ട് എന്നുള്ളൊരു കാര്യം അത് ദൈവത്തിന്റെ സത്യവചനമാണെന്ന് എഴുതി വെച്ചോളാനാ പറയുന്നത്. ഗ്രാഫോ എന്ന് എത്ര അനേക തവണ 14 തവണയോ മറ്റോ എന്നൊക്കെ നമ്മള് കണ്ടായിരുന്നു. ആ വാക്ക് എഴുതുക. നമ്മുടെ ദൈവവചനം നമുക്ക് ദൈവം ഓർപ്പിക്കുന്ന ചില കാര്യങ്ങൾ, ദൈവം നമ്മളോട് സംസാരിക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ മീറ്റിങ്ങിൽ സംസാരിക്കുന്നതായിരിക്കാം. അല്ലാതെ നമ്മൾ വചനം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് ഓർപ്പിക്കുന്ന ചില കാര്യങ്ങളോ നമ്മളെ ഉണർത്തുന്ന, നമുക്ക് വെളിപ്പാടായിട്ട് ഉത്സാഹമായിട്ട് കിട്ടുന്ന ചില കാര്യങ്ങളോ ഒക്കെ ആവട്ടെ. അത് നമ്മളുടെ ആ ബൈബിളിൽ തന്നെ ആ പോർഷനിൽ തന്നെ ഒരു ക്രോസ് റെഫറൻസ് ആയിട്ടൊക്കെ എഴുതി വെക്കാൻ പറ്റുന്നത്ര എഴുതി വെക്കാം. പിന്നെ നമ്മുടെ നോട്ട്ബുക്കിലോ ഒക്കെ അത്, അല്ലെങ്കിൽ ഇപ്പം മൊബൈലിലൊക്കെ നോട്ട് പാഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിനകത്ത് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അത് ഓർക്കാനും. ഇപ്പൊ അല്ലെങ്കിൽ എന്നോ ദൈവം എന്തോ പറഞ്ഞു. ഇപ്പൊ നമുക്ക് കുട്ടികൾ നോട്ട്സ് എഴുതി വെക്കും എന്നുവെച്ചാൽ അവര് വാല്യൂ ചെയ്യും, പരീക്ഷയ്ക്ക് അത് അല്ലെങ്കിൽ വട്ടപൂജ്യം കിട്ടും. അപ്പൊ അതുകൊണ്ട് അവര് നോട്ട്സ്, നല്ല ടീച്ചേഴ്സിന്റെ നോട്ട് അവർ അതുപോലെ പ്രഷ്യസ് ആയിട്ട് സൂക്ഷിച്ച് എഴുതി വെച്ച് അത് വീണ്ടും പഠിച്ച് പരീക്ഷയ്ക്ക് പോയി എഴുതും എന്ന് പറയുന്നത് പോലെ നമുക്ക് ദൈവത്തിന്റെ വചനം നമുക്ക് വലിയ വിലയൊന്നുമില്ല. അതിങ്ങനെ ഓരോ ആഴ്ചയിലും 3 മീറ്റിങ്ങിലെ ഈ സഹോദരന്മാരെന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയും, അതൊക്കെ ഒന്നോ അല്ലെങ്കിൽ മറ്റേത് കിട്ടും, അത് നമുക്കതിന് വിലയൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എഴുതി വെക്കത്തില്ല. മറിച്ച് നമുക്ക് ദൈവത്തിന്റെ വചനം വിലയുള്ളതാകുമ്പോൾ അത് നമ്മളത് എഴുതി വെക്കും. ഇപ്പം നീറ്റ് എൻട്രൻസിനൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ IIT എൻട്രൻസിനൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ അവര് അത്രമാത്രം നന്നായിട്ട് നോട്ട്സ് ഒക്കെ എഴുതി ഉണ്ടാക്കി, അവര് പലയിടത്തുനിന്നും പോയിന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് എല്ലാം കൂടി ഇൻകോപ്പറേറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് മുമ്പൊക്കെ സ്വന്തമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് അവർ എഴുതി വെക്കുന്നതെന്ന് വെച്ചാൽ അവർക്കത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ ഈ ലോകത്തിലെ ആൾക്കാര് ഇരുട്ടിന്റെ മക്കള് വെളിച്ചത്തിന്റെ മക്കളെക്കാട്ടില് ലൂക്കോസ് 16:8 വാക്യത്തിൽ കർത്താവ് എന്താ പറയുന്നത്? ദേ ആർ മോർ ഷ്രൂഡ്. അവര് മിടുക്കരാ കുറച്ചുകൂടെ. അവരെങ്കിലും കണ്ട് നമ്മൾ ആ ഷ്രൂഡ്നെസ് പഠിക്കണമെന്ന് അവിടെ കർത്താവ് പറയുന്നത്. ഫോർ ദ സൺസ് ഓഫ് ദിസ് ഏജ്, ലൂക്കോസ് 16:8 എന്റെ അവസാനം, വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധി ഏറിയവരല്ലോ. ദേ ആർ മോർ ഷ്രൂഡ്. അവർക്ക് ഇരുട്ടിന്റെ ഈ എന്താ പറയുന്നത്, ഈ ലോകത്തിന്റെ മക്കള്
അവര് വളരെ ഷൂഡായിട്ട് അവര് ഗ്രാഫോ ചെയ്യുന്നു, അവര് എഴുതി വെക്കുകയും അത് നോക്കുകയും റെഫർ ചെയ്യുകയും എല്ലാം അവർ ധ്യാനിക്കുക എന്ന് വെച്ചാൽ അവര് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നു. അവര് മോർ ഷ്രൂഡാണ്. അവർക്ക് ഇക്കാര്യത്തിൽ അവർക്ക് ഇപ്പം അവർക്ക് എനിക്ക് അതുപോലെ നല്ല ജ്ഞാനമുണ്ട് ലോകത്തിന്റെ കാര്യത്തിൽ. എന്ന് വെളിച്ച മക്കളാണ് നമ്മൾ പറയുന്നത്. ഞങ്ങൾ വലിയ പരമോന്നത ദൈവത്തിന്റെ മക്കളൊക്കെയാ, പക്ഷേ നമുക്ക് ദൈവത്തിന്റെ വചനം അത് നമുക്ക് എല്ലാം അറിയാമല്ലോ. ഇപ്പൊ എന്തോ എഴുതി വെച്ചിട്ട് ഇപ്പൊ എന്തോ കിട്ടാൻ, ഇപ്പൊ പിന്നെ രണ്ടിടത്ത് നോക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ലാഘവത്തോടെ ദൈവവചനമൊന്നും നമ്മൾ എഴുതി വെക്കാത്തവരാണെങ്കിൽ നമ്മൾ അത്രേ അത് വിലമതിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഈ നീറ്റ് എൻട്രൻസിന് പഠിക്കുന്ന പിള്ളേരും IITക്ക് പഠിക്കുന്ന പിള്ളേരും അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സസിനൊക്കെ അതുപോലെ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരെയൊക്കെ അല്ലെങ്കിൽ ഈവൻ PSC കോച്ചിങ്ങിനൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ എത്ര പാടുപെട്ട് കഷ്ടപ്പെട്ട് പഠിച്ച അവർ റാങ്ക് വാങ്ങിച്ചവരോ ഗവൺമെന്റ് ജോലിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ട് പഠിച്ച അവര് നമ്മളെ ലജ്ജിപ്പിക്കും. അവര് നമ്മളെ ലജ്ജിപ്പിക്കുക, നമ്മൾ അവരെ ലജ്ജിപ്പിക്കണം. നമ്മള് ദൈവത്തിന്റെ വചനത്തെ അതിനേക്കാട്ടിലും കൂടുതൽ ഏതൊരു സ്റ്റുഡന്റ് ഏതൊരു പുസ്തകത്തെ വാല്യൂ ചെയ്യുന്നതിനെക്കാട്ടിലും ഞാൻ ഈ ദൈവവചനത്തെ അധികം വാല്യൂ ചെയ്യുന്നുണ്ട്. അതിന്റെ ഏതൊരു കാര്യവും കൂടുതൽ അത് മനസ്സിലാക്കാനും ആഴത്തിൽ ഗ്രഹിക്കാനും അതിന്റെ എന്തെങ്കിലും ഒരു ഭൗതിക അറിവിനായിട്ടില്ല, മറിച്ച് കർത്താവെ എനിക്ക് അങ്ങേ അറിയേണ്ടതിനായിട്ട്, നോട്ട് ജസ്റ്റ് നോ ദ വേർഡ് ബട്ട് നോ ദ ലോഡ് ത്രൂ ദ വേർഡ്. ഈ വചനത്തിലൂടെ കർത്താവിനെ അറിയാൻ വേണ്ടി കർത്താവിനെ ഞാൻ അതിനായിട്ട് ഇപ്പോ നമ്മള് ഇപ്പൊ കോൺഫറൻസിനൊക്കെ ഇനിയിപ്പം അടുത്ത ആഴ്ചയൊക്കെ നമ്മൾ എന്തിനാ മെനക്കെട്ട് പോകുന്നത്? നമുക്ക് ഇവിടെ അങ്ങനെ ഇരുന്നാൽ പോലെ നമ്മൾ യാത്ര വണ്ടിക്കൂലിയൊക്കെ ചിലവാക്കി അല്ലെങ്കിൽ പെട്രോളൊക്കെ അടിച്ച് അവിടെ മെനക്കെട്ട് പോയി താമസിച്ച് നമ്മൾ കോൺഫറൻസിനൊക്കെ പോകുന്നത് എന്തിനായോ? അവിടെ അടുത്തുള്ള ദൈവവചനങ്ങള് കൂട്ടായ്മ അതെല്ലാം എനിക്ക് കിട്ടണം. അത് നമ്മുടെ സഭയായിട്ട് നമ്മളതൊരു വില കൊടുത്ത് നമ്മളത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് ആ ദൈവത്തിന്റെ വചനത്തെ വിലമതിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു സെഷൻ ആ സെഷൻ അതൊക്കെ ഇപ്പം എന്തോ ഇവര് എത്ര കാലമായിട്ട് ഇതേ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ പറയുന്നത്. കഴിഞ്ഞ കോൺഫറൻസിൽ കേട്ടത് തന്നെ ഇവിടെയും കേൾക്കുന്നു, ഇപ്പം കേട്ടത് തന്നെ നാളെയും കേൾക്കും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു ലാഘവമാണെങ്കിൽ നമ്മള് ക്ഷണിക്കപ്പെട്ടവരുടെ അവസ്ഥ തന്നെ എത്തുവോ അതോ അങ്ങ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു അവസ്ഥയും വന്നുകൂടാകുകയില്ല. അപ്പൊ നമുക്ക് 10 മുതലുള്ള വാക്യങ്ങൾ ദൈവം സഹായിച്ച അടുത്ത ആഴ്ച നമുക്ക് കാണാമല്ലോ. നമുക്ക് ദൈവത്തിന്റെ വചനത്തിന് മുമ്പായിട്ട് ഭയഭക്തിയോടെ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. നമ്മള് വചനം കേട്ട് ഒരുപക്ഷെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, നല്ല കാര്യം. ദൈവമേ ഇത്രയധികം അവിടുത്തെ വചനത്തിലുണ്ടല്ലോ, നമുക്കൊരു എക്സൈറ്റഡ് ആണ്, നല്ല കാര്യം. നമുക്ക് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലായി. ചിലപ്പം ഫുള്ള് മനസ്സിലായി കാണത്തില്ല, എന്നാലും നമുക്ക് ഉള്ള പ്രാപ്തികത്തോണം കാര്യങ്ങൾ മനസ്സിലായി. അത് നല്ല കാര്യം തന്നെ. എന്നാ നമ്മുടെ ആഴ്ചയില് കർത്താവേ, എന്റെ വില്ല് കർത്താവേ, ഇനിയിപ്പോ ഒരുപക്ഷെ നമുക്ക് അധികം ഒന്നും മനസ്സിലായില്ല, അധികം ഇനിയിപ്പോ ആവേശം വന്നൂ ഇല്ലെങ്കിൽ പോലും കർത്താവേ, എനിക്കുള്ള വെളിച്ചത്തിനനുസരിച്ച് ഞാൻ എന്നെ തന്നെ അങ്ങ് സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്നു. കർത്താവേ, അവിടുത്തെ ഇഷ്ടം ചെയ്യണം എനിക്ക് എല്ലാത്തിലും. കർത്താവിന്റെ ചിന്തകളിലും മനോഭാവങ്ങളിലും കർത്താവേ, എല്ലാ ഇടപാടുകളിലും എൻ്റെ സംസാരത്തിലും ഞാൻ പണം ചെലവഴിക്കുന്ന വിധത്തിലും ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കുന്നു എന്നുള്ളതിലും എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു എന്ത് കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതിലും എല്ലാം കർത്താവ് എനിക്ക് അങ്ങയുടെ ഇത് മാത്രം ചെയ്താൽ മതി, എന്നെ തന്നെ ഞാൻ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്ന് നമ്മൾ പറയുവാണെങ്കിൽ അവിടെ ആ വചനമാകുന്ന വാള്, പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള വചനമാകുന്ന വാള് ജഡമാകുന്ന നമ്മുടെ തിരശ്ശീലയെ ചീന്തി നമ്മുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവിനെ നിറച്ച് നമ്മളെ ശക്തരാക്കും. കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മളെ പ്രാപ്തരാക്കും. നമ്മുടെ മനസ്സിനെ പുതുക്കും. കർത്താവിന്റെ ഇഷ്ടം ചെയ്യുക നമ്മളെ പ്രാപ്തരാക്കുക. അല്ല നമ്മൾ റോമർ 12:2 വായിക്കും, നമുക്ക് കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ സ്നേഹം നിറഞ്ഞ പിതാവേ, ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, ഞങ്ങൾ എത്ര ബലഹീനരാണ്. കർത്താവേ, ഞങ്ങളുടെ ഈ കട്ടിയുള്ള ജഡമുള്ള തിരശ്ശീല, ആ നീലനൂലും ധൂമ്രനൂലും കർത്താവേ, ആ ചുവപ്പ് നൂലും ഒക്കെ ആയിട്ട് അതുപോലെ പഞ്ഞുനൂല് കൊണ്ട് ഇഴപിരിച്ച ആ ഒരു ഫൈൻ ട്വിസ്റ്റഡ് ലിനനുമായിട്ടൊക്കെയുള്ള ആ ഒരു കട്ടിയുള്ള തിരശ്ശീല കർത്താവേ, അത് കർത്താവേ അവിടുത്തെ വചനമാകുന്ന വാളുകൊണ്ട് ഞങ്ങളെ കർത്താവെ നുറുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അസ്വയത്തെ, ഞങ്ങളുടെ സ്വയജീവനെ, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെയൊക്കെ നുറുക്കി കർത്താവെ ആത്മാവിലെ ബലപ്പെട്ട് കർത്താവെ അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എത്ര ബലഹീനരാണ്, ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ഒരു കാര്യത്തിലും അവിടുത്തെ ഇഷ്ടം മാത്രം ചെയ്യുവാൻ, അവിടുത്തെ ഇഷ്ടം മാത്രം ചിന്തിക്കുവാൻ, അവിടുത്തെ ഇഷ്ടം മാത്രം പ്ലാൻ ചെയ്യുവാൻ, അവിടുത്തെ ഇഷ്ടം മാത്രം ചെയ്യുവാന്, പറയുവാന്, ആ മനോഭാവത്തോടെ ആയിരിക്കാന് കർത്താവെ, ആ ലക്ഷ്യത്തോടായിരിക്കാൻ ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സിലെല്ലാം ഞങ്ങളുടെ മനോഭാവങ്ങളിലും ഉദ്ദേശ ലക്ഷ്യങ്ങളിലും എല്ലാം അവിടുന്ന് തന്നെ ഞങ്ങളെ നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെപ്പോഴും ഞങ്ങളെ തന്നെ
ഞങ്ങളുടെ ജഡത്തെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിച്ചുകൊണ്ടേയിരിക്കാനും അവിടുത്തെ ആത്മാവിനാൽ നിറയപ്പെട്ടുകൊണ്ടേയിരിക്കാനും അവിടെ ആത്മാവിന്റെ പ്രേരണയിൽ കർത്താവെ ഞങ്ങൾ സമ്പൂർണ്ണ ജീവിതം നയിക്കപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അങ്ങനെ അവിടുത്തെ കാന്തയായിട്ടായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം കർത്താവെ. ഞങ്ങളെ കേൾക്കുന്ന ആരും കർത്താവെ ക്ഷണിക്കപ്പെട്ടവരുടെ അവസ്ഥയിൽ 30 മിനി 60 മിനിയിൽ ഇരിക്കുവാനിടയാവരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ആ കാന്തയായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ അങ്ങ് ഉത്സാഹിപ്പിച്ചാട്ടെ കർത്താവെ. ഞങ്ങള് ഓടുന്നവർ അനേകരാണ് കർത്താവെ, എന്നാൽ ബിരുദ പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവാൻ അവിടുത്തെ വചനത്തിൽ ഞങ്ങള് 1 Corinthians 9 വായിക്കുന്നത് പോലെ കർത്താവെ ആ കാന്തയുടെ ബിരുദ പ്രാപിക്കുവാൻ, ആ പ്രൈസ് വാങ്ങിക്കുവാൻ തക്കവണ്ണം ഓടുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടത് ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.